അല്ലെങ്കിൽ പടച്ചവനെ എന്തെങ്കിലും വിളിക്കും. ആ വിളിയുടെ അർത്ഥം അള്ളാഹുവെ എന്റെ കുഞ്ഞ് അപകടത്തിലാണ്, നീ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് അല്ലേ? അപ്പൊ അർത്ഥം അതല്ലേ? അല്ലേ ഹബീബിങ്ങളെ? അപ്പൊ അർത്ഥം അങ്ങനെയല്ലേ? അപ്പൊ എന്റെ കുഞ്ഞിനെ രക്ഷിക്കുമെന്ന് പറയില്ല, പടച്ചോനെ എന്നൊരു വിളിയാവും. എന്ന മാതിരി നിങ്ങൾക്ക് അറബി അറിയില്ലെങ്കിൽ വണ്ടിയിലിരുന്ന് പടച്ചോനെ എന്ന് വിളിച്ചാൽ മതി. അതിന്റെ അർത്ഥം എയർപോർട്ട് എത്തുന്നതിന് മുമ്പ് എന്നെ കൊല്ലരുത് അള്ളാഹുവേ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. കാരണം ഡ്രൈവർ അല്ല ഒരു വണ്ടി കൺട്രോൾ ചെയ്യുന്നത്, അള്ളാഹുവാണ്. സുബ്ഹാനല്ലദീ സഖറ ലനാ, അള്ളാഹുവേ നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. അള്ളാഹുവാണ് കൺട്രോൾ ചെയ്യുന്നത്. കുറെ നട്ടും ബോൾട്ടും ഒക്കെ മുറുക്കിയൊരു സാധനമാണ്. ഏത് സമയത്തും ഒരു നട്ട് ലൂസായി കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ സ്റ്റിയറിംഗും ആക്സിലേറ്ററും ഒക്കെ തമ്മിലൊരു ബന്ധം, കണക്ടിവിറ്റി ഇല്ലാതെ ആയാൽ വണ്ടിയുടെ പരിപാടി തീരും. എല്ലാ ദിവസവും പത്രത്തിൽ ചരണവോളം വായിച്ചോളൂ, അള്ളാഹിനെ തോൽപ്പിക്കൊണ്ട് 2-3 ആൾക്കാർ വണ്ടി ഇടിച്ച് മരിക്കുന്നുണ്ട്, മറിഞ്ഞിട്ടും മരിക്കുന്നുണ്ട്. ഈ ബഷീർ വൈസി തിരിച്ച് ചാവക്കാട് പോകുമെന്ന് എനിക്കറിയില്ല. സലാഹുദ്ദീൻ വൈസിനെ കുറിച്ച് ഞാൻ അങ്ങനെ പറയുന്നില്ല, മുപ്പര് നമുക്ക് ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ പറയില്ല. അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. എനിക്ക് എന്നെ ജീവിച്ചിരിക്കണമെന്നും വലിയ ആഗ്രഹമൊന്നും ഇല്ലാത്ത ഒരാളെന്ന നിലക്ക് ഏത് സമയത്ത് എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഈമാൻ ഉണ്ടായി, അള്ളാഹ് ഈമാൻ നൽകട്ടെ. അപ്പോ വണ്ടി കയറിയില്ല എല്ലാവരും? നിങ്ങളിപ്പോഴും മഞ്ചേരി ഓഡിറ്റോറിയത്തിലാണോ? വണ്ടി കയറിയില്ലേ? വണ്ടി കയറ്റം കയറുമ്പോ സുബ്ഹാനല്ലാഹ്, ഇറക്കമിറങ്ങുമ്പോൾ അല്ലാഹു അക്ബർ, അല്ലെങ്കിൽ തിരിച്ചും പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അത് നിങ്ങൾ പറയാം ഇതൊക്കെ ഒരു പുതിയ പരിപാടിയാണല്ലോ, കയറ്റം കയറുമ്പോ അങ്ങനെയൊക്കെ ഉണ്ട്. വണ്ടി എയർപോർട്ടിലെത്തി കഴിഞ്ഞാല് നിങ്ങൾ ഉസ്താദ് പറയും, നിങ്ങൾ ഒതുണ്ടാക്കാൻ പറയും. എല്ലാവരും പെട്ടെന്ന് ഒതെടുത്തോ. പുരുഷന്മാര് തുണിയും കുപ്പായൊക്കെ അയച്ചില്ലേ? ഇന്ന് നാണക്കെട്ട് അയച്ചില്ലേ? ബനിയനും ഇന്നറൊക്കെ ആയിരിക്കണം. ഞാൻ ഈ തൃശ്ശൂർ ക്ലാസ് എടുക്കുമ്പോൾ ഒരു 5 കൊല്ലം മുമ്പേ നിങ്ങൾ ഇന്നറുകൾ ധരിക്കരുത് എന്ന് പറഞ്ഞു. ഇംഗ്ലീഷിലാണ് പറഞ്ഞത്. പക്ഷെ ചില വയസ്സായവർക്ക് അത് മനസ്സിലാകാത്തതുകൊണ്ട് ജിദ്ദയിൽ ഒരാള് ഒതെടുക്കാൻ പോയി തുണി ഇങ്ങനെ മാറ്റിട്ടപ്പോ 30 അടിയിൽ ഇന്നർ എടുക്കുന്നുണ്ട്. അവൻ ചോദിച്ചു, നിങ്ങൾ എത്ര ഉസറയിച്ചില്ലേ ചോദിച്ചു. അതിന് ഉസ്താദ് പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ്. ഉസ്താദ് ഇംഗ്ലീഷിലാണ് പറഞ്ഞത്, അയാളുടെ കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ പരസ്യമായി പറയാണ്, അവിടെ വയസ്സന്മാരൊക്കെ ഉള്ളതുകൊണ്ട് ഷർട്ട് പാടില്ല. പുരുഷന്മാരുടെ കാര്യമാണ്, ബനിയൻ പാടില്ല, ജട്ടി പാടില്ല. ഒരു തുണി ഉടുക്കാനും ഒരു തുണി പുതക്കാനും. എടുത്തില്ലേ? അന്ന് പറയേ സ്ത്രീകൾ അവരുടെ ഇന്നറുകളായ എന്തൊക്കെ സാധനങ്ങൾ അതൊക്കെ ഇട്ടോളൂ. പക്ഷെ ഉസ്താദ് നേരത്തെ പറഞ്ഞ മാതിരി മുൻകൈ മറക്കരുത്, മുഖവും മറക്കരുത്. ഓക്കെ, റെഡിയല്ലേ? അതിൽ നിങ്ങൾ റെഡി ആകണം, അത് വലിയ പ്രശ്നമാണ്. റെഡിയല്ലേ? അപ്പോ ഇപ്പൊ കുറെ മറച്ചിരിക്കുന്നവരില്ലേ, അവര് മറക്കാൻ പറ്റില്ല. പിന്നെ ഇതുകൂടി ശ്രദ്ധിക്കണം, കൂടുതൽ തക്കുവ ആ കാര്യത്തിൽ ഉണ്ടാകരുത്, തക്കുവ കുറയാനും പാടില്ല. ഹലോ തല മറക്കുന്ന കാര്യത്തിൽ ഓവർ തക്കുവ ഉണ്ടായാൽ എന്താണെന്നറിയോ? ഇപ്പൊ നിങ്ങൾ പലരും തട്ടട്ടമായി ഇങ്ങനെയാവും. അതായത് മുഖത്തിന്റെ പരിധി മുഴുവൻ തുറന്നിടണം. തക്കുവ കൂടി ഇങ്ങനെ ഇട്ടാൽ ശരിയാകത്തില്ല. തക്കുവ കുറഞ്ഞ് ഇങ്ങനെയായി ഒരു മുടി പുറത്തായാൽ അതും ശരിയാകില്ല. അപ്പോ നമ്മുടെ യാത്രാ സംഘത്തിലെ ആളുകളൊക്കെ പരസ്പരം എന്റെ മുടി കാണുന്നുണ്ട്, അപ്പൊ ഞങ്ങൾക്ക് അമീർമാർക്ക് താത്താരോട് വന്നിട്ട് മുടി അങ്ങോട്ട് മാറ്റിയിടുന്നു ചിലപ്പോൾ പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ അതുകൊണ്ട് പരിചയം ഉണ്ടാകണം. ഇവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പരസ്പരം ഒക്കെ പരിചയം ഉണ്ടാവുമല്ലോ. നിങ്ങളൊരു കുടുംബമാണ്. ദാറുൽ ഈമാൻ എന്ന് പറയുന്ന ഒരു ഫാമിലിയാണ് ഇനി തിരിച്ചു വരുന്നത് വരെ. അങ്ങനെ തന്നെ അള്ളാഹു ആക്കട്ടെ. തിരിച്ച് 40 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ നിങ്ങളൊക്കെ കണ്ണീരോടെയാണ് വരിക. എന്ത് കണ്ണീര്? അവിടെ അനുഭവിച്ച പ്രശ്നത്തിന്റെ പേരിലല്ല, വിട്ടുപിരിയാനാവാത്ത ആത്മബന്ധം പിരിയുന്നതില് നിങ്ങൾ വല്ലാതെ വിഷമിക്കും. അങ്ങനെയായിരിക്കും ഹജ്ജിന് പോയവരൊക്കെ തിരിച്ചു വരുമ്പോ അങ്ങനെയാവും. പിന്നെ ഒന്നുകൂടി ഒരു മസല കിതാബിലുള്ളത്, ഹജ്ജിന് പോയവർക്ക് തെറ്റിയിട്ട് വരുന്ന ഒരു മസലുണ്ട്. അത് ഈമാൻ കുറഞ്ഞതിന്റെ പേരിലാണ് തെറ്റുന്നത്, സംശയമില്ല. അപ്പൊ ഹബീബിങ്ങളെ ഒക്കെ റെഡിയല്ലേ? പിന്നെ ഉസ്താദ് പറഞ്ഞല്ലോ, ഈ പർദ്ദ ഉണ്ടല്ലോ പെണ്ണുങ്ങളുടെ ഒരു മോഡേൺ പർദ്ദ, കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മക്കത്തെത്തിയ കൈ പൊന്തിക്കേണ്ട അവസ്ഥ വരും. അപ്പോ ആ പർദ്ദ ഇങ്ങനെ വരും. ഹലോ, ഈ മസല ശ്രദ്ധിക്കാത്തവർ ഒരു ഊള ഹജ്ജ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ അഫ്സൽ സാഹിബിന് പൈസ ഇട്ടതായാലും, പക്ഷേ അതിന് നിങ്ങൾ പർദ്ദ ഇങ്ങനെ ടൈറ്റ് ആക്കണമെന്നൊന്നുമില്ല, എങ്ങനെയും കൊണ്ടായി. പക്ഷെ ദാറുൽ ഈമാനിന് ഒരു പ്രത്യേകതയുള്ളത് കൊണ്ട് നിങ്ങളുടെ ഈമാന് കാമിൽ ഒന്ന് പെർഫെക്റ്റ് ആകണം. തമാമുണ്ട് കമാലുണ്ട്. ഹലോ, തമാമുണ്ട് കമാലുണ്ട്. ഇപ്പൊ ഒരു ഗ്ലാസ് ചായ ഫുള്ളുണ്ട്, അതിന് കമാൽ എന്ന് പറഞ്ഞൂടെ? അപ്പൊ ഗൾഫ് പോയവർക്ക് അറിയാം, കമാൽ എന്ന് പറഞ്ഞൂടെ? പൂർണ്ണമായതെന്ന് പറഞ്ഞൂടെ? പറയുന്നു. പക്ഷെ അതിൽ തേയില കുറവാണ്, പഞ്ചസാര കുറവാണ്, എന്നാലും കൂടുതൽ വെള്ളം ഉള്ളതുകൊണ്ട് ഒരു ഗ്ലാസ് നിറയെ ചായ എന്ന് പറഞ്ഞൂടെ? പറയാം. എന്നാൽ ഹാഫ് ചായയേ ഉള്ളൂ, പക്ഷെ അതിൽ തേയില കൃത്യമാണ്, ഷുഗർ ഇല്ലാത്തവന്
ഇവിടെ ഒരാളിപ്പോ ഷുഗറാന്ന് പറഞ്ഞ് മധുരമില്ലാത്ത കൊണ്ടിരിച്ച മാതിരി ഷുഗർ ഉള്ളവന് മധുരം കുറവ് മതി, ഷുഗർ ഇല്ലാത്തവന് നല്ല മധുരം, ചായ ഒക്കെ പെർഫെക്റ്റ്. ചായ കുടിച്ച ഉടനെ പറഞ്ഞു വാവ് കോയിസ് ചായയാണ്. പക്ഷെ പകുതിയുള്ളൂ. ആ ചായയെ പൂർണ്ണമായ ചായ നമ്മൾ പറയില്ലേ? പറയും. നിറഞ്ഞതിന് മാത്രമാണോ പറയുള്ളൂ? അല്ല, നിറഞ്ഞത് നിറവുണ്ടെങ്കിലും അത് തമാമല്ല, കമാലാണ് അറബി ലാംഗ്വേജിൽ. ഇത് കമാലല്ലെങ്കിലും തമാമാണ്. ദാറുൽ ഈമാൻ നിങ്ങൾക്ക് നൽകുന്നത് തമാമും കമാലുമായ ഒരു ഹജ്ജാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, പടച്ചോൻ തൗഫീഖ് ചെയ്താൽ തമാമും കമാലുമായി പെർഫെക്റ്റ് ആയ ഒരു ഹജ്ജ്. അത് നിങ്ങൾ അള്ളാഹിനോട് പോയിരുന്നോളി. അപ്പൊ ഹബീബിങ്ങളെ, ഇതിന് ഉസ്താദ് പറഞ്ഞു ഇവിടെ ടൈറ്റ് ആക്കണം. അതിന് ഒരു എളുപ്പമാർഗമുണ്ട്. ഇവിടെ ഒരു ഹാൻഡ് കഫ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. പെണ്ണുങ്ങൾക്ക് അറിയുള്ളൂ, അല്ലെങ്കിൽ വാങ്ങിക്കൊടുത്ത ഭർത്താക്കന്മാരാകണം. നമ്മൾ വാങ്ങിക്കൊടുത്തിട്ടില്ലല്ലോ. അങ്ങനത്തെ അല്ല അതിന്റെ പേര്. ഇവിടെ ഇടുന്നതിന് ഹാൻഡ് കഫ് എന്നാണോ? ഒന്ന് പറയും മനുഷ്യത്തികള്. അന്ന് അത് വാങ്ങിയിട്ടിടണം ഇഹ്റാമിന്റെ സമയത്ത് കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പൊ റെഡിയാണ്. നമുക്ക് ഇഹ്റാമിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. വേഗം നിസ്കരിച്ചോളി. നിസ്കരിച്ചില്ലേ? അന്ന് പറയേ ഇനി ഞാൻ അന്ന് പറയാറുള്ള പരിപാടി നിർത്തിട്ടോ. കാരണം നിങ്ങൾ ഇവിടെ ആകാതിരിക്കാൻ നിങ്ങൾ എന്റെ കൂടെ പോയിച്ചിട്ട് തിരിച്ചു വരികയാണേ. അല്ല ഹജ്ജിന്റെ പുറത്ത് ചേർത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവൂല. നിസ്കാരം കഴിഞ്ഞില്ലേ? ആയത്തുൽ കുർസി ഓതിയില്ലേ? ഇനി നിങ്ങളെ സലാഹുദ്ദീൻ വൈസിനെ വിളിക്കും. ദാറുൽ ഈമാന്റെ ഹജ്ജ് സംഘമിത ഒന്നിച്ചു നിൽക്കുകയാണ്. അവരോട് പറയും നിയ്യത്ത് വെക്കാൻ പോവുകയാണ്. ആ നിമിഷത്തെ ഏകാഗ്രമാകണം മനസ്സ് ഹബീബിങ്ങളെ. നമ്മൾ സുബഹിക്കോ ളുഹറിനോ ഒക്കെ നിസ്കാരത്തിൽ നിയ്യത്ത് വെച്ചതൊക്കെ ഒരു ഹാലിലാണ് അല്ലേ? പക്ഷെ ഞാൻ ളുഹറിന് അല്ലാഹു അക്ബർ ഒരു ഹാലിലാണ്, അവിടെയും ഏകാഗ്രത വേണം. പക്ഷേ ഇത് ലൈഫിൽ ഒരു പക്ഷേ ആദ്യത്തെയും അവസാനത്തെയുമാകും. നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ ഹജ്ജിന് പോകാതെ മരിച്ചു പോയവരാ. നിങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പ ഹജ്ജിന് പോകാൻ കഴിയാതെ മരിച്ചുപോയവരാ. എന്റെ ഉപ്പ ഹജ്ജിന് പോയിട്ടില്ല. നിങ്ങളുടെ പലരുടെയും ഒരുപക്ഷെ സമ്പത്തില്ലാത്തതിന്റെ പേരിൽ, ഒരുപക്ഷെ ആരോഗ്യമില്ലാത്തതിന്റെ പേരിൽ നമ്മളെക്കാൾ കൂടുതൽ മക്ക കാണാൻ കൊതിച്ച വാപ്പ, നമ്മളെക്കാൾ കൂടുതൽ അള്ളാന്റെ റസൂലിനോട് പ്രണയം വെച്ച, ഹുബ്ബ് വെച്ച, ഇഷ്ക് വെച്ച ഉമ്മാക്ക് മദീന കാണാൻ തൗഫീഖ് കിട്ടിയില്ല. നിങ്ങളുടെ അയൽപ്പക്കത്തെ എത്ര സമ്പന്നന്മാരാണ് ഹജ്ജിന് പോകാതെ ഇപ്പോഴും ഇരിക്കുന്നില്ലയോ? അള്ളാഹു നിങ്ങൾക്ക് തൗഫീഖ് നൽകിയില്ലയോ? 4000-3000 കൊല്ലങ്ങൾക്ക് മുമ്പ് മക്കയിലെ ഖുബൈസ് എന്ന മലയുടെ മുകളിൽ കയറി റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ, കഅബ നിർമ്മിച്ചത് കബൂലാക്കണേ അല്ലാഹ്. ആ ഇബ്രാഹിം പ്രവാചകൻ അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനയ്ക്ക് ആകാശത്തിന്റെ തമ്പുരാൻ ഉത്തരം നൽകിയിട്ട് പറയുകയാണ്, ജനങ്ങളെ വിളിക്കൂ ഇബ്രാഹിം. 3000 കൊല്ലം മുമ്പ് ഞാനില്ല, നിങ്ങളില്ല, ലോകത്തുനിന്ന് ജീവിച്ചിരിക്കുന്ന ഒരാളുമില്ലാത്ത കാലത്ത്, ആത്മാവുകളുടെ ലോകത്ത് ആലമുൽ അർവാഹിലാണ് ഞാനും നിങ്ങളും. അന്ന് ഇബ്രാഹിമിനോട് വിളിക്കാൻ പറഞ്ഞു, അല്ലാഹ് വിളിക്കാൻ പറഞ്ഞു. അവർ വിദൂരമായ ഗ്രാമങ്ങളിൽ നിന്ന് പൊടി പുറത്തിയ കുതിരപ്പുറത്ത് ചപ്രച്ച തലമുടികളുമായി പൊടി വിരണ്ടവരായി അവർ കടന്നു വരുമെന്ന് അല്ലാഹു മറുപടി പറഞ്ഞു. അപ്പൊ ജിബ്രീൽ ഇബ്രാഹിം വിളിച്ചു, അല്ലാഹുവിന്റെ ഭവനത്തിലേക്ക് വരാൻ. വലഭാഗം, ഇടഭാഗം, മുൻഭാഗം, പിറഭാഗം തിരിഞ്ഞിട്ട് ആ ഖുബൈസ് മല നമ്മൾ താമസിക്കാൻ പോകുന്ന ഹോട്ടലിന്റെ സമീപത്താണ്. ദാറുൽ ഈമാനിന് വേണ്ടി നിശ്ചയിച്ച ഹോട്ടല് ഡോർ നമ്പർ 1. അതിലൂടെ പുറത്തു കടന്നാല് പാലസ് റോഡിലൂടെ പോയാല് പള്ളിയുടെ തൊട്ടടുത്താണ് ഖുബൈസ് എന്ന പർവ്വതമുള്ളത്. അതിന്റെ മുകളിൽ നിന്ന് സൗദി അറേബ്യയുടെ റോയൽ പാലസ് ആണ്. മക്ക ഇമാമുമാർ താൽക്കാലികമായി താമസിക്കുന്ന കൊട്ടാരമാണ്. അതിന്റെ മുമ്പിലാണ് നമ്മുടെ ഹോട്ടലുള്ളത്. ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണിച്ചു തരാൻ കഴിയും. ആ ഖുബൈസിന്റെ മുകളിൽ നിന്നാണ് ഇബ്രാഹിം എന്ന് വിളിച്ചത്. ആ വിളിക്കുത്തരമാണ് തൊട്ടടുത്ത നിമിഷം ഇതാ സംഭവിക്കാൻ പോവുകയാണ്. നിയ്യത്ത് വെച്ചിട്ട് ഒരു മുദ്രാവാക്യം വിളിക്കും, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്, ഞാനിതാ വരുന്നു അല്ലാഹ്, ഞാനിതാ വരുന്നു റബ്ബേ
എന്തൊരു സായുജ്യമാണത്, എന്തൊരു സമ്പൂർണമായ സാഫല്യത്തിന്റെ നിമിഷമാണത്. ഖലീലിന്റെ വിളി അള്ളാന്റെ വിളിയാണ്. അതുകൊണ്ടാണ് മക്ക മദീന എക്സ്പ്രസ് ഹൈവേയില് രണ്ടോരത്തും ഓട് വെച്ചിട്ടുണ്ട് മർഹബാ മർഹബാ അഖിലം വസഹ്ലൻ ലിദുയൂഫിർ റഹ്മാൻ. അല്ലാഹുവിന്റെ അതിഥികളെ സ്വാഗതം, അല്ലാഹുവിന്റെ അതിഥികളെ വെൽക്കം. അൽ ഹുജ്ജാജു വൽ ഉമ്മാർ വഫ്ദുല്ലാഹ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് നിയ്യത്ത് വെക്കുമ്പോ സാധാരണ മനസ്സായി നിന്നാ പോരാ, കണ്ണ് നിറയണം, ചുണ്ടു വിതുമ്പണം, ഹൃദയം ത്രസിക്കണം. അള്ളാഹുവിന്റെ വീട്ടിലേക്കാണ് യാത്ര, അള്ളാനെ കാണാനുള്ള യാത്രയാണ്, പ്രാണനാഥനെ കാണാനുള്ള യാത്രയാണ്. ഒരു കാമുകി എങ്ങനെയാണ് കാമുകനെ തേടി അലയുന്നത്? മരുഭൂമിയുടെ സൈകത ശൈലങ്ങളിൽ കൈസ് എങ്ങനെയാണ് തന്റെ പ്രിയപ്പെട്ട ലൈലയെ തേടി ഇസ്ഫഹാനിന്റെ മരുഭൂമിയിലൂടെ ഐന ലൈല ഐന ലൈല, എന്റെ ലൈല എവിടെ, എന്റെ ലൈല എവിടെ എന്ന് ചോദിച്ചതുപോലെ ഹാജി ഒരു ദർവേശാണ്. ഞാൻ ഹജ്ജിന്റെ ആത്മഭാവമാണ് പറയുന്നത്. ഹജ്ജിന്റെ കർമ്മങ്ങൾ പറഞ്ഞു തരാൻ ഗൈഡുകളുണ്ട്, ഉസ്താദുമാരുണ്ട്. അത് പിഴക്കൂല, നിങ്ങൾക്ക് പിഴവ് പറ്റൂല. ഹജ്ജിന്റെ ആത്മഭാവം നിങ്ങൾ മനസ്സിലുണ്ടാക്കേണ്ടതാണ്. നിങ്ങൾ അല്ലാഹുവിലേക്കുള്ള പരിവ്രാജകനാണ്, ദർവേശാണ്. അലഞ്ഞലഞ്ഞ് അതല്ലേ ഈ വേഷം. മഹ്ശറയിൽ എങ്ങനെയാണ് അല്ലാഹുവിന്റെ കത്തിക്കാളുന്ന സൂര്യന് താഴെ അടിമ നിന്ന് വിലപിക്കുന്നത്? അതുപോലെയാണ് അറഫാ. അവിടെ എത്തുമ്പോ പറയാം, ഹജ്ജ് മുഴുവൻ ഒരു ദർവേശാണ്, അല്ലാഹനെ കാണാനുള്ള യാത്രയാണ്. അതുകൊണ്ട് അതിന്റെ തുടക്കമാണ് ഈ നീയത്ത്, അതിലേക്കുള്ള ചാവിയാണ് നീയത്ത്. ആദ്യം ഉംറയുടെ നീയത്താണ്. കാരണം നമ്മൾ 40 ദിവസത്തെ 10-20 ദിവസം മുമ്പെയാണ് ഹജ്ജിന് പോവുക. അപ്പൊ മക്കയിൽ ആദ്യം ഉംറയാണ് ചെയ്യുക. അതുകൊണ്ടാണ് ഇവിടെ ഉംറയുടെ നിയ്യത്ത് ചെയ്യുന്നത്. ഹജ്ജിന്റെ ഇഹ്റാം മദീനയിലാണ്. അത് ഞാൻ അവിടെ എത്തുമ്പോ പറയാം. ഇപ്പൊ ഓടിച്ചു പറഞ്ഞു പോവുകയാണ്. സലാഹുദ്ദീൻ ഉസ്താദ് തവാഫും സഅയും ഒക്കെ പറഞ്ഞതുകൊണ്ട് ഓടിച്ചേ അവിടെയൊക്കെ പറയുള്ളൂ. അവിടുത്തെ മസലയൊന്നും പറയുന്നില്ല. നോക്കൂ, നമ്മൾ നിയ്യത്ത് വെക്കുകയാണ്. നവൈതുൽ ഉംറ വഅഹറംതു ബിഹാലില്ലാഹ്. ഹജ്ജിനാണെങ്കിൽ നവൈതുൽ ഹജ്ജ വഅഹറംതു ബിഹി ലില്ലാഹ്. അങ്ങനെയാണ് നീയത്ത്. അല്ലാഹുവേ, ഞാൻ ഹജ്ജിന് വേണ്ടി ഉംറക്ക് വേണ്ടി നീയത്ത് ചെയ്തു, അതിനു വേണ്ടി ഇഹ്റാം കെട്ടി. മാഷാ അല്ലാഹ്. അത് പറയുമ്പോ നിങ്ങൾ അറിയണേ, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നിങ്ങൾ ഇതാ ഹാജിയാകാൻ പോവുകയാണ്, ഉംറക്കാരാകാൻ പോവുകയാണ്. ഈ ഇഹ്റാമിൽ നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞു. നിങ്ങളിപ്പോ ഖയാലുക ഫീ ഐനി വദിക്റുക ഫീ ഫമി വമത്വാക ഫീ ഖൽബി ഫഅൈന തഗീബു. എന്റെ കണ്ണിൽ നീയാണല്ലോ, എന്റെ ചുണ്ടിൽ നിന്റെ ദിക്റാണല്ലോ, എന്റെ ഖൽബിൽ നീയാണല്ലോ. ഫഅൈന തഗീബു. പിന്നെ നീ എവിടെ പോയി മറയാനാണ്? അറഫയിൽ അള്ളയുണ്ട്, മിനയിൽ അള്ളയുണ്ട്, മുസ്ദലിഫയിലെ ജനസാഗരത്തിൽ അള്ളയുണ്ട്, കഅബയിലെ ലക്ഷങ്ങൾ തവാഫ് ചെയ്യുന്ന മത്താഫിൽ അള്ളയുണ്ട്, സർഫായിൽ അള്ളയുണ്ട്. അതെ അതെ, സഫയിൽ മറുവയിൽ എല്ലായിടത്തും അല്ലാഹ്. ഒരു നിലവിളിപ്പടയ്ക്കണം ഹാജി, ഒരു നിലവിളിപ്പടയ്ക്കണം ഹൃദയത്തിൽ. അതല്ലാതെ പേരിന്റെ പിതകിൽ ഹാജി എന്ന പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. പെട്ടയ്ക്കണം ഹാജി. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പെട്ടയ്ക്കണം ഹാജി, പെട്ടയ്ക്കണം ഹാജി. നിയത്ത് ചെയ്ത് കഴിഞ്ഞാല് നമ്മള് മുഹ്രിമായി എന്നാണ്. അതായത് ഇനി നമ്മൾ മരിച്ചാൽ, ഇഹ്റാമിൽ മരിച്ചാൽ ഒന്നുകിൽ മക്കയിലോ മദീനയിലോ ആണ് മറവ് ചെയ്യുക. ഏത് മനുഷ്യന്മാർ മരിച്ചാലും 2 മലക്കുകൾ വരും. എന്തുകൊണ്ടാണ് അവരുടെ പേര്? പെട്ടെന്ന് പറയും. എന്താണ് അവരുടെ പേര്? ജിബ്രീലും അസ്റായീലും അല്ലേ? ആന്ന് പറയേ. എന്നാ പിന്നെ ആരാ?
ഇതെന്തുട്ട 4 തവണയൊക്കെ ചോദിപ്പിക്കുന്നത്, ഒറ്റ തവണ മറുപടി നിങ്ങൾ പറഞ്ഞാലേ ഞാൻ അപ്പുറം പറയുള്ളൂ. പ്രസംഗാണെങ്കിൽ എനിക്കിങ്ങനെ 2 മണിക്കൂർ അടിച്ചുവിട്ടാൽ മതി. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാകാൻ വേണ്ടിയാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാം മുൻകർ നക്കീർ എന്നാണ്. ചിരിക്കണ്ട, ഇപ്പൊ ചിരിക്കും വലിയ ഭംഗിയൊന്നുമില്ല. ഈ മുൻകർ നക്കീർ വന്നിട്ടുണ്ടല്ലോ, ചോദിക്കും മൻ റബ്ബുക, നിന്റെ പടച്ചവനാരാ, നിന്റെ നബിയാരാ, ഖിബ്ലയാരാ, ഇമാമാരാ? ആ ചോദ്യത്തിന് ഉത്തരം തരാതെ ഒരു പ്രവാചകനും രക്ഷപ്പെടില്ല, ഒരു സഹാബിയും രക്ഷപ്പെടില്ല, ഒരു വലിയും രക്ഷപ്പെടില്ല, ഒരാളും രക്ഷപ്പെടില്ല. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിവിടെ കാണാപ്പണം പഠിച്ചോണ്ടൊന്നും അവിടെ ഉത്തരം കിട്ടില്ല. അതാണ് പ്രശ്നം. മൻ റബ്ബുക എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം അല്ലാഹു റബ്ബി, പടച്ചവനാണ് എന്റെ റബ്ബ്. ആരാ നബി ചോദിച്ചാൽ നമുക്ക് ഉറക്കത്തിലും പറയാ മുഹമ്മദുൻ നബി. ഏതാ കിതാബ്, ഏതാ ഇമാമ്, ഖുർആനു ഇമാമി. ഏതാ ഖിബ്ല, കഅബത്തു ഖിബ്ലതി. അതിന്ന് പറയാം, പക്ഷെ ഖബറിൽ ഉത്തരം കിട്ടില്ല. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നാൽ ഹബീബിങ്ങളെ ഇഹ്റാമിൽ മരിച്ച എന്റെ ജനാസ, നിങ്ങളുടെ ജനാസ ഖബറിൽ വെച്ചാലും മുൻകറും നക്കീറും വരും. അജാനി മലകാനി അസ്വദാൻ, 2 മലക്ക് വരും. അവർ ചോദിക്കും മൻ റബ്ബുക, ഹബീബേ ഞാൻ നിങ്ങളും ഖബറിലാണെന്നൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ഉത്തരം പറയും എന്താണെന്നറിയോ? എന്താ ഉത്തരം പറയേണ്ടത്? എന്താ ഉത്തരം പറയേണ്ടത്? ആരാ? അല്ലാഹു. അല്ലാഹു റബ്ബി എന്നല്ലേ പറയേണ്ടത്. പക്ഷേ ഇഹ്റാമിൽ മരിച്ച ആള് പറയെന്താണെന്നറിയോ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. അപ്പൊ മലക്ക് മാറ്റി പിടിക്കും. ആരാണ് നബി? എന്താ പറയേണ്ടത്? മുഹമ്മദ് നബി എന്നല്ലേ മറുപടി പറയേണ്ടത്. പക്ഷെ ഞാൻ നിങ്ങൾ മറുപടി പറയുക സുബ്ഹാനല്ലാഹ് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. ഏതാ നിന്റെ ഇമാം? ഖുർആനാണ്. പക്ഷെ മറുപടി എന്താ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. ഏതാ നിന്റെ ഖിബ്ല? കഅബയാണെന്നാണ് മറുപടി പറയേണ്ടത്. അല്ലെങ്കിൽ സുബാനിയാക്കൾ അടിക്കും. പക്ഷെ ഇഹ്റാമില്ല ഞാനും നിങ്ങളും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറുപടി ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. മുൻകറും നക്കീറും അല്ലാഹുവോട് പറയും പഠിച്ചോനെ. ഇവര് മറുപടി പറയണത് ഇങ്ങനെയാണ്. അല്ലാഹു പറയും അപ്പോ അവരെന്റെ ളയൂഫാ, അവരെന്റെ അതിഥികളാ, അവരെ വിട്ടേക്കൂ മുൻകറേ നക്കീറേ, അവരെ വിട്ടേക്കൂ, അവരെന്റെ അതിഥികളാ. മുൻകറും നക്കീറും തോറ്റു പിൻവാങ്ങുമെന്ന് മുഹമ്മദ് മുസ്തഫ. മലക്കുകളൊക്കെ ആരുടെയൊക്കെ പരാജയപ്പെടുവോ? ഒരൊറ്റ പ്രവാചകനും ഇതിന് രക്ഷയില്ല. ഒരൊറ്റ സഹാബിയും ഈ ചോദ്യത്തിന് ഉത്തരം പറയാതെ കടന്നുപോകില്ല. അവർക്ക് ഉത്തരം പറയുന്ന ഉറപ്പാണ്. ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി പോലും രക്ഷപ്പെടില്ല. ഈ ചോദ്യം അവരോടും ചോദിക്കും. അവിടെയാണ് മഞ്ചേരിയിൽ നിന്ന് പോയ പാവങ്ങളെ, ഞാനും നിങ്ങളും ഇഹ്റാമിലാണ് മരണപ്പെട്ടതെങ്കിൽ നമ്മൾ രക്ഷപ്പെടാൻ പോവാൻ. ഇനി നിങ്ങൾ പറയും ഇഹ്റാമിൽ മരിക്കണോ മരിക്കണ്ടേ? ഇത് കേട്ട ആവേശം കൊണ്ട് നിങ്ങൾ ആരും പടച്ചവനെ തോൽപ്പിക്കണേന്ന് പറയരുത് കേട്ടോ. നിങ്ങൾ വേറെ ഏതെങ്കിലും ഗ്രൂപ്പിൽ മുമ്പ് തോരുന്നോളി. ഈ പ്രാവശ്യം ഏതായാലും മരിക്കണ്ട, നമുക്ക് പണിയാവും. അതുകൊണ്ടാണ്. മനസ്സിലായോ? എന്താ മനസ്സിലായില്ലേ? ഇതിന്റെ പ്രതിഫലം ഘട്ടങ്ങൾ ഇപ്പൊ തന്നെ വേർക്കും. കാരണം ഇത് ചോദ്യമല്ല, അബ്സല്യൂട്ട്ലി. മുൻകർ നക്കീർ എന്നിട്ട് പോയല്ല വിടൂല കേട്ടോ. മുൻകർ നക്കീർ വിടൂല, ഒരിക്കലും വിടില്ല. ബഷീർ ബൈസിയാണെന്ന് മുൻകർ നക്കീറോട് പറഞ്ഞിട്ട് കാര്യമില്ല. പണിത് കെട്ടിന്റെ പണി തരും. സബാനിയാക്കള് പലക കൊണ്ട് അടിച്ചതാണ്. അവിടെയാണ് ഇഹ്റാമിൽ മരിച്ച ഹാജി നിന്റെ മഹത്വം. മുൻകർ നക്കീർ എഴുന്നേറ്റ് പോകും. കാരണം ഇയാളോട് എന്ത് ചോദിച്ചാലും ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ഇതേ പറയുള്ളൂ. ഇനി നിങ്ങൾ തീരുമാനിച്ചോളി ഹജ്ജിന് പോണോ വേണ്ടേ? പോണ്ടേ?
സൗഭാഗ്യല്ലേ? ഹജ്ജ് കഴിഞ്ഞ് വന്ന് മരിച്ച ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല കേട്ടോ. ഇഹ്റാമിൽ മരിക്കും. അല്ലാഹു എനിക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഓ ഇത് കടുപ്പാണ് നിങ്ങൾ. അമീർ മരിച്ച പിന്നെ നിങ്ങളുടെ കൂടെ ആരുണ്ടാവുക? അല്ലാഹു എനിക്ക് തൗഫീഖ് ചെയ്യട്ടെ. റബീ നിങ്ങൾക്ക് എന്താണ് കുഴപ്പമില്ലേ? നിങ്ങളുടെ ബാഗ് പിടിക്കാൻ ആളുണ്ടാവില്ല കേട്ടോ. അല്ലാഹു എനിക്ക് തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ ആമീൻ പറഞ്ഞാൽ പേടിക്കണ്ട. സലാഹുദ്ദീൻ ഉണ്ട്, നമ്മുടെ ഉസ്താദ് ഉണ്ട്, കുറെ അമീർമാരുണ്ട്, ഉസ്താദ് ഉണ്ടാവും, വനിതാ വളണ്ടിയർമാരുണ്ടാവും. നിങ്ങളെല്ലാം നജീർ വയസ്സിൽ നിങ്ങൾ അവിടെ ജന്നത്തുൽ ബക്കീൽ കൊണ്ടുപോയിട്ടോളി. ആ ഇഹ്റാമിലാണ് ഈ ജന്നത്തുൽ ബക്കീലാവില്ല, ജന്നത്തുൽ മുഅല്ലയിലോ. അവിടെ ഖദീജ ബീവിയുണ്ട് അല്ലേ? മലയാളത്തിന്റെ ശുഭ്രസാന്നിധ്യ സ്നേഹവസന്തമായ യമനി സൗഗന്ധികമേ, കൊയിലാണ്ടി കടപ്പുറത്ത് ഇന്ന് നിന്ന് പോയാലും വീശുന്ന കാറ്റിന്റെ സുഗന്ധം യമനിന്റെ സുഗന്ധമാണ്. അതേ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബാഫഖി അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. ഖബർ ഞാൻ കാണിച്ചു തരാം. ബാപ്പയ്ക്ക് തങ്ങളുടെ ഖബർ പല അമീർമാരും തെറ്റായിട്ടാണ് ആ ഖബർ കാണിക്കുന്നത്. ഖദീജ ബിയുടെ വലതു ഭാഗത്ത് സയ്യിദ് അബ്ദുറഹ്മാൻ ബാപ്പയ്ക്ക് തങ്ങൾ കിടന്നുറങ്ങുന്നുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ അവിടെ ഇടം കിട്ടുക എന്നുള്ളത് വലിയ സൗഭാഗ്യമാണ്. പുരുഷനാണെങ്കിൽ തല മറക്കൂല, കഫൻ ചെയ്യുമ്പോ തല മറക്കില്ല. സ്ത്രീയെ നിങ്ങളുടെ മുഖം മറക്കില്ല, മയ്യത്ത് ഖബറിൽ വെക്കുമ്പോ നിങ്ങളുടെ കൈ മറക്കില്ല, മുൻകൈ മറക്കില്ല. ഖബറിൽ നിങ്ങളുടെ ജനാസ വെക്കുമ്പോ, കാരണം നിങ്ങൾ മുഹ്രിമാണ്, നിങ്ങൾ ഇഹ്റാം ചെയ്തവരാണ്. ഇതൊരു വലിയ സൗഭാഗ്യമാണ്. ഇഹ്റാം ചെയ്യുക എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. പക്ഷെ അതിന്റെ വൈകാരികത അറിയാതെ നിങ്ങൾ ഉമ്രക്ക് പോയിട്ടുണ്ടെങ്കിൽ നെയ്യത്ത് വെച്ചിട്ടുണ്ടാവിനെ തേങ്ങാക്കൊലി ആന്ന് ചുമ്മാ കരിപ്പൂർ എയർപോർട്ടിൽ കണ്ട് നവൈത്തോ നവൈത്തോ അങ്ങനെയൊന്നും പറയേണ്ട സാധനമല്ല അത്. അത്ര വില കുറഞ്ഞ സാധനമല്ല അത്. അത് ഹൃദയം ധൃതിച്ചു പറയണം. അത് ഹൃദയം പൊട്ടിയിട്ട് പറയണം. കാരണം നമ്മളിവിടെ വാപ്പാനിമ്മാനെ ആലോചിച്ചാൽ മതി. ഇതിൽ വാപ്പിമ്മി മരിച്ചുപോയവർ ദൈവന്തിച്ച വാപ്പയോ ഉമ്മയോ മരിച്ചുപോയവർ, രണ്ടാളൊരാളോ അല്ലെങ്കിൽ രണ്ടാൾ മരിച്ചുപോയത്, ആ ഉമ്മ ചിരിച്ചിട്ടാ വെക്കണം. ആയിക്കോട്ടെ, പ്രസംഗത്തിന് സന്തോഷം കൊണ്ട് തിരിച്ചാണ്. മാപ്പിമ്മാനി നമ്മളവിടെ ഒന്ന് ഓർത്താ മതി ഇല്ലേ? നമ്മുടെ പലരും നിങ്ങളുടെ മക്കള് പൈസ അയച്ചിട്ട് നമ്മൾ പോകുന്നുണ്ടാകുക ചിലരെങ്കിലും. പിന്നെ മൂപ്പരെ പോലെ സ്വന്തം അധ്വാനിച്ചിട്ട് പോണവരുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളെ ഭർത്താക്കന്മാര് പൈസ തന്നിട്ടാവും. പക്ഷെ നമ്മുടെ വാപ്പിന്നൊക്കെ പാവങ്ങളായിരുന്നു. നമ്മളെക്കാൾ കൂടുതൽ സലാത്തും അളമ സലാത്തും നൂറുലിമാൻ ആര്യ സലാത്തും അഞ്ചുൽ ലക്ഷം ഒക്കെ ചെല്ലിയവരാണ്. എന്നിട്ട് അജിന് പോകാൻ പറ്റിയില്ല, പൈസ ഉണ്ടായില്ല. ഞാന് എപ്പോ പോകുമ്പോ വാപ്പാണ് എന്റെ മുഖത്ത് നോക്കും. ആ നോട്ടത്തിന്റെ അർത്ഥം എനിക്കറിയായിരുന്നു. പക്ഷെ അതിന് പോകാൻ പറ്റിയിട്ടില്ല, മരിച്ചുപോയി. അപ്പൊ ഹബീബിങ്ങളെ, അപ്പൊ നിങ്ങൾക്ക് കിട്ടിയത് ഭയങ്കര സൗഭാഗ്യല്ലേ? ഇതൊക്കെ ഓർത്തിട്ട് ഹൃദയം ശ്രദ്ധിക്കണം. ഇത് പടച്ചോൻ നിങ്ങളെ സിലക്ട് ചെയ്യാണ്. ഇത് പടച്ചോന്റെ സിലക്ഷനാണ്. അല്ല അങ്ങനെ നിങ്ങൾ പണക്കാരായതുകൊണ്ട് മാത്രം പോവല്ല. പണക്കാരായത് ഇറ്റ്സ് എ റീസൺ, അതൊരു കാരണം തന്നെയാണ്. പക്ഷെ പണക്കാരായിട്ട് കുറെ ആൾക്കാർ ഹജ്ജ് ചെയ്യാതെ കബർ പോയി കിടക്കുന്നുണ്ട്. നരകത്തിലാണ് കേട്ടോ. പുറത്തൊന്നും പറയണ്ട, ഉറപ്പാണായല്ലോ അത് നരകത്തില്ല. നിസ്കരിച്ചു, കോടിക്കണക്കിന് സക്കാത്ത് കൊടുത്തു, അവ മഹലിന്റെ പ്രസിഡന്റ് ആയിരുന്നു. പക്ഷെ ആരോഗ്യം സമ്പത്തുണ്ടായിട്ട് ഹജ്ജിന് പോയില്ല. ഉറപ്പാണ്, അബ്സല്യൂട്ട്ലി ഇല്ലാ ജന്ന, സ്വർഗം കിട്ടില്ല. ചുമ്മാ പറയാ. അവന്റെ 40-ന് ആവശ്യത്തിന്റെ അന്ന് പോത്തിറച്ചി മട്ടൻ ബിരിയാണി ഒക്കെ കൊടുത്തിട്ടുണ്ടാവും ദിക്റിയിലിട്ട്. സ്വർഗത്ത് പോയില്ല കേട്ടോ. ഹജ്ജ് നിർബന്ധമായ ഒരാൾ പണം ഉണ്ടായിട്ട് പോകാതിരുന്നിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ വാപ്പയോ ഉമ്മയോ അവര് ജീവിച്ച കാലത്ത് പൈസ ഉണ്ടായിരുന്നവരായിരുന്നെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾക്ക് പകരം ഹജ്ജ് ചെയ്യിപ്പിക്കാം. ഇനിയിപ്പോ മക്കൾക്ക് പണം ഉണ്ടായി, ഇന്ന് എന്റെ വാപ്പാന്റെ പേരിൽ അത് കൊടുക്കട്ടെ എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ ബാധ്യതയാവില്ല അത്. പണം ഉണ്ടായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് ബാധ്യത തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ അമീർമാരോട് പറഞ്ഞാൽ മതി, ഹജ്ജ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ മതി. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്താ ഉണ്ടാത്തത്? ഇവിടെ നമ്മുടെ ഹജ്ജന്നെ ഇല്ലഞ്ഞിട്ട് വാപ്പാന്റെ ഹജ്ജെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്. അതല്ല ആമീൻ പറയാത്തത്. വാപ്പാന്റെ ഫ്ലാറ്റിൽ ഞങ്ങൾ താമസിക്കുന്നത്, വാപ്പാന്റെ തോട്ടമാണ് നിങ്ങൾക്ക് ഓഹരി കിട്ടിയത്, വാപ്പാന്റെ ഭൂമിയാണ് നിങ്ങൾ എടുത്തതെന്നുള്ള ഓർത്തോടുണ്ടു. ശരിക്കും വാപ്പ മരിച്ചിട്ട് മുതൽ ഓഹരി വെക്കണമെങ്കിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഹജ്ജിന്
കൊടുത്തത് മാറ്റിവെച്ചതിന്റെ ബാക്കിയാണ് ഓഹരി വെക്കാൻ പാടുള്ളൂ എന്നാണ് ശരീഅത്തുൽ ഇസ്ലാം. അതിന് ശരീഅത്ത് ആർക്ക് വേണം? അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സമ്പത്ത് ഹറാമാണ്, ആരോടും പറയണ്ട, ഹറാമാണ്. മനസ്സിലായില്ല? ഹറാമാണ്. അങ്ങനെ തന്നെയല്ലേ മസല? ആരോടും പറയണ്ട കേട്ടോ, വിവാദമാവും. കുറെ ആൾക്കാർ നരകത്ത് പോയി നമ്മൾ സങ്കല്പിക്കും. സമ്പത്ത് വാപ്പാനും മാനും കിട്ടിയില്ലേ? അപ്പൊ അജ്ജിന് പോകാനുള്ള സമ്പത്ത് ഉണ്ടായിരുന്നതിൽ നിന്നാണ് നിങ്ങൾക്ക് തന്നതെങ്കിൽ അനുവദനീയല്ല. അതുകൊണ്ട് മര്യാദക്ക് വാപ്പാക്ക് വേണ്ടി ഹജ്ജ് പകരം ചെയ്യിപ്പിച്ചോളൂ. നിങ്ങളുടെ കൂടെ വാപ്പ അവിടെ ഉണ്ടാവും, മത്താഫിലുണ്ടാവും. എന്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ ഞാൻ എന്റെ വാപ്പാക്ക് വേണ്ടി ചെയ്യിപ്പിക്കായിരുന്നു. നമ്മുടെ പൈസ ഇല്ല, പിന്നെ വാപ്പാക്ക് ചെയ്യിപ്പിക്കുക. അപ്പൊ എനിക്ക് ബാധ്യതയില്ല. അള്ളാഹു അവർക്ക് മാഫറത്ത് കൊടുക്കട്ടെ. ഹബീബിങ്ങളെ, അപ്പൊ നിയത്ത് വെച്ചില്ലേ? അതിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഓടിച്ചു പറഞ്ഞു, ഒന്നിച്ചൊരു ക്ലാസ് പറയാൻ പറ്റില്ല. പുരുഷന്മാരുടെ ആദ്യം പറയാം. ഹലോ, എയർപോർട്ടിലല്ലേ നമ്മള്? അന്ന് എയർപോർട്ടിലല്ലേ? ആണുങ്ങളൊക്കെ ഒരു തുണി എടുത്തിട്ട് ഒരു കുറച്ച് ബെൽറ്റ് ഇടാൻ കെട്ടോ, കണ്ണട വെക്കാം, മോതിരിടാം. പിന്നെന്താണ് ആവശ്യമുള്ളത്? പുരുഷന്മാർ സോക്സ് ധരിക്കാൻ പാടില്ല, തൊപ്പി ധരിക്കാൻ പാടില്ല, തല മറക്കരുത്. ഒരു തുണി ഒരു പുതപ്പ്, ബെൽറ്റ് കിട്ടണം, കുഴപ്പമില്ല. ആ സ്ത്രീകളുടെ ഡ്രസ് മുഖവും മുൻകൈ ഒഴിച്ച് ബാക്കിയൊക്കെ മറക്കാം. സ്ത്രീകൾ നിർബന്ധമായും സോക്സ് ഒരു 5 ജോഡി കരുതിക്കോളൂ. അത് നിങ്ങൾക്ക് എപ്പോഴും ധരിക്കേണ്ടി വരുന്നതാണ്. ഇതാണ് ഡ്രസ് കോഡ് എന്ന് പറയുന്നത്. ഇനി പൊതുവായി പറയാനുള്ള കാര്യം, എണ്ണ ഉപയോഗിക്കരുത്. ഇൻഷാ അല്ലാഹ് പറയേ, എണ്ണ കൊണ്ടുപോകരുതെന്ന് ഞാൻ പറഞ്ഞോ? എണ്ണ ഇവിടുന്ന് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യം, ദിവസവും എണ്ണ തേക്കുന്നവരുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുപോയിക്കോളൂ, അവിടെ ഉണ്ടാവും. എന്നാലും നിങ്ങളുടെ പ്രത്യേക എണ്ണയൊക്കെ ഉണ്ടാവുമല്ലോ, അത്ര ഉപയോഗിക്കാൻ പാടില്ല. കൊണ്ടുപോകണ്ടെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ല. സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല, കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞോ? ഇതെന്തെങ്ങനെ പറയണേ? ഈ നഴ്സറി കുട്ടികളോട് പറയുന്ന മാതിരി എന്തിനാ പറയുന്നറിയോ? അവിടെ ചിലവരും ബാഗ് തുറന്ന് അത്രയും സോപ്പൊക്കെ എടുത്തപ്പോ ഒരു ഉമ്മ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ ഉസ്താദല്ലേ ക്ലാസ്സിൽ പറഞ്ഞ എണ്ണ ഉപയോഗിക്കാൻ പാടില്ല, സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല. അത് ഇഹ്റാമിലുള്ള സമയത്ത് നമ്മൾ കർമ്മം ചെയ്യുന്ന ടൈമിൽ പാടില്ല എന്നുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. മനസ്സിലാകുന്നൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ദൂരസ്കരിക്കാൻ വേണ്ടി കൈ കെട്ടി, ആരും അത്ര നിൽക്കുമോ? ആരും കട്ടൻ ചായ പിടിക്കോ നിസ്കാരത്തിന്റെ ഇടയിൽ? ഇല്ല. സലാം വീട്ടിൽ പിടിക്കാൻ പറ്റില്ലേ? എന്നതുപോലെ ഇഹ്റാം കെട്ടി ഉംറയോ ഹജ്ജോ ചെയ്യുന്നത് വരെ പാടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ 40 ദിവസം ഒരുപാട് അവിടെ നടക്കുന്നുണ്ട്, സോപ്പൊക്കെ തേച്ച് കുടിക്കണം, അല്ലാതെ നാറി നടക്കാൻ പറ്റില്ല. റൈറ്റ്. പിന്നെ എല്ലാ മക്കത്തെ എല്ലാ ഹോട്ടലിലും സോപ്പും തോർത്തും ബ്രഷും ഒക്കെ ഉണ്ടാവും. ഫ്രീ കിട്ടുന്ന ആലോചിച്ച് കൊണ്ടുപോയിരിക്കണ്ട, എല്ലാവരും കൈ പിടിച്ചോളി. കൂട്ടത്തില് ആദ്യത്തെ നമ്മുടെ കൂടെ വരുന്നവരൊക്കെ ഓരോ അച്ചാർ കുപ്പിയുടെ കൈ പിടിച്ചോളി. അവിടെ അച്ചാറൊക്കെ ഉണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അച്ചാർ. നല്ല എരിവുള്ളത് കൈ പിടിച്ചോളി, ഞാൻ മേടിച്ചോണ്ട്. അങ്ങനെ ചിരിക്കണ്ട. അവിടുത്തെ അച്ചാർ ഒരാഴ്ച കഴിഞ്ഞ് നമുക്ക് കൊടുക്കും. അത് മനുഷ്യൻ സ്വാഭാവികമായി ഒരാഴ്ചയൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് പോലും ഭക്ഷണം കഴിച്ചാൽ നമുക്ക് കൊടുക്കും. അങ്ങനെയാണ്. പിന്നെ ആൾക്കാർ ഉണ്ടാത്ത എന്താന്ന് വെച്ചാൽ കുടുംബം പ്രശ്നമാണ്ടെന്ന് എഴുതിയിട്ടാണ്. വെച്ചവർക്കും മടുക്കും, ഒരു തുടർച്ചയായി കഴിച്ചുകൊണ്ടിരുന്ന വഴി. അത് ഇടക്കൊക്കെ പുറത്തുപോയി ഹോട്ടലിലൊക്കെ വാരുന്ന കുട്ടികളെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുക. ഒരു രസമല്ലേ? പെരുന്നാളിനൊക്കെ ടൂർ പോയി. എല്ലാ ഉസ്താദന്മാരും വെള്ളിയാഴ്ച പെരുന്നാളിന് പറയാ ടൂർ പോയിരുന്നേ പ്രശ്നമാണ്. ഞാൻ എന്റെ പള്ളി പറയാം എല്ലാവരും ടൂർ പോയി എന്നാണ്. പക്ഷെ ഹറാമ് കാണുമല്ലേ എന്നൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യമില്ലേ? അതോ വീട്ടിലിരുന്ന് സിനിമ ഉണ്ടാലും ഹറാം തന്നെയല്ലേ? അത് പോണോടുത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. പക്ഷെ പോണം, എവിടേക്കൊക്കെ ട്രാവൽ ചെയ്യൂ. ഭാര്യയും കുട്ടി, ആ നസീറൊക്കെ ഉണ്ടാവും, വെറും കാശ്മീര് മണാലി അവിടേക്കേ പോണത്. പക്ഷെ ഭാര്യനെ കൊണ്ടുപോയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആകരുത്. ഭാര്യനേറ്റ് പോണം, കുട്ടികളേറ്റ് പോണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറയുന്നു. ഇത് ഞാൻ വയസ്സന്മാരോടാണ് പറഞ്ഞത്, ചെറുപ്പക്കാരോടല്ല. ചെറുപ്പക്കാർ ബഷീർ ഫൈസിയുടെ ഉപദേശമൊന്നും കേൾക്കണ്ട, അവരെപ്പോഴും അടിച്ചു പൊളിക്കുന്നുണ്ട്. വയസ്സായ ഒരു ഭാര്യനെയും പേരക്കുട്ടിനേറ്റ് പോണെന്നാ പറഞ്ഞത്. അങ്ങനെയൊക്കെ ഒരു വലിയ മാറ്റം നമ്മുടെ ഉമ്മത്തിൽ ഉണ്ടാകണം. ഞങ്ങളുടെ നാട്ടിൽ പുതിയൊരു കാര്യം ഞങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ട്. 50 വയസ്സിൽ മുകളിലുള്ള ആൾക്കാരെ ഞങ്ങൾ കൊച്ചിക്ക് കൊണ്ടുപോകാനുള്ള പ്ലാനിലാണ്. 50 വയസ്സിലുള്ള തന്താരെ മാത്രം, തള്ളാരെ വേറെ കൊണ്ടുപോകും. എന്നിട്ട് അവർ പാടുക, ആടുക. അവർക്കുണ്ട് ഇതൊക്കെ ആഗ്രഹം. നിങ്ങൾ പേരക്കുട്ടികളേറ്റ് അടിച്ചു പൊളിക്കുക. ഇവര് പള്ളിയിൽ പോവുക, അവിടെ വരിക, ദാനേന്ദ്രം കുഴമ്പ് വെച്ചുക, പിന്നെയും പള്ളിയിൽ പോവുക, പള്ളി ബാത്റൂം ഉറങ്ങുക, പള്ളി ബാത്റൂം ഉറങ്ങുക, പള്ളി ബാത്റൂം തന്നെ തന്തായിട്ട് പണിയുള്ളൂ. ഇവർക്കും ആഗ്രഹങ്ങളുണ്ട്. ഹലാലായ എല്ലാ സന്തോഷങ്ങളും അവർക്ക് നൽകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ ഉമ്മമാരെ മാത്രമായിട്ട് ട്രിപ്പ്
ബദർ മൗലൂദൊക്കെ ഓതി റസൂലുള്ളാഹിനൊക്കെ പറഞ്ഞ് കൊച്ചിക്കായലൊക്കെ കണ്ടിട്ട് തള്ളാര് ഒരു 80 വയസ്സ് തള്ളൊക്കെ നിന്നിട്ട് ഇങ്ങനെ ചിരിക്കണം. ഇതൊക്കെ അവരുടെ ലൈഫിൽ ഉണ്ടാകണമെന്ന്. അതിപ്പോ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഹജ്ജിന്റെ സമയത്ത് കുറെ കാര്യങ്ങൾ അങ്ങനെ പുതിയ പുതിയ അപ്ഡേഷൻ പറയാനുണ്ട്. ഒക്കെ ഹറാം അല്ലാതിരിക്കണം കേട്ടോ. അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. കത്തിയോണ്ട് ഒരാളെ കുത്താനും പറ്റും, കത്തിയോണ്ട് ആപ്പിൾ മുറിക്കാനും പറ്റും. കത്തിയോണ്ട് ഒരാളെ കുത്തിയാൽ മരിക്കുന്നു കരുതിയിട്ട് ആപ്പിൾ മുറിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അത്ര ഹബീബിങ്ങളെ ഹബീബിങ്ങളെ ഹബീബിങ്ങളെ. അപ്പൊ നമ്മള് ഈ എണ്ണ ഉപയോഗിക്കരുത്, സുഗന്ധം ഉപയോഗിക്കരുത്. അതുപോലെ നഖം മുറിക്കരുത്. നഖം നമ്മള് ഇന്ന് രാവിലെ മുറിച്ചില്ല. ഇവിടെ നിന്ന് നഖം രാവിലെ വീട്ടിൽ നിന്ന് മുറിച്ചില്ലേ? അപ്പൊ ഇനി നഖം കൊഴിഞ്ഞു വരും. മുടി മുറിക്കാൻ പാടില്ല. മുടി ചീകാനും പാടില്ല. കാരണം ചീകാൻ പാടില്ല എന്നുള്ളത് കൊണ്ടല്ല, ചീകിയാൽ മുടി ഒഴിഞ്ഞു പോകുമെന്ന് പേടിയുണ്ടെങ്കിൽ ചീകാൻ പാടില്ല. അപ്പൊ ബോധപൂർവമായി പെടും. ചില കാര്യത്തിന് എല്ലാത്തിനും ഒരു പരിഹാരമല്ല, പലതിനും പല പരിഹാരം. ചിലതിനും ഒട്ട കറക്കേണ്ടി വരും, ചിലത് ചെയ്താൽ കുഴപ്പമില്ല, ചിലത് ചെയ്താൽ പരിഹരിക്കാൻ പറ്റാത്തതുണ്ട്. അങ്ങനെ പല നിങ്ങൾ മക്കളൊന്നും ഇടങ്ങറായി പഠിക്കണ്ട. അത് നിങ്ങൾക്ക് വ്യക്തിപരമായി എന്തെങ്കിലും സംഭവിച്ച ഉസ്താദന്മാർ പറഞ്ഞുതരും. അതിന് ഇതാണ്. അല്ലാതെ ഇപ്പൊ അവിടെ എങ്ങനെയാണ് ഇവിടെ എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് കൺഫ്യൂഷൻ ആവും. അങ്ങനെ നമ്മൾ ക്ലാസ് എടുക്കില്ല. നമ്മൾ ട്രാവൽ ചെയ്തിട്ട് പോവാണ്. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? നിയത്ത് കയറിയില്ലേ? ഫ്ലൈറ്റ് കയറിയില്ലേ? ഇമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞില്ലേ? അന്ന് പറയേ ബാഗ് എല്ലാവരും എടുത്തില്ലേ? ഫ്ലൈറ്റിൽ എല്ലാവരും കയറിയിരുന്നുണ്ടോ? ഇവിടെ അല്ല, ഫ്ലൈറ്റില് ഭയങ്കര വിറ്റായിരിക്കും. ഫ്ലൈറ്റില് ഭക്ഷണം കൊടുന്നവർ ഓരോ പാക്കറ്റ് ഇട്ടാണ്. മുത്തുമണികളെ നേരത്തെ നിങ്ങൾ കരഞ്ഞല്ലോ, നീയത്ത് പറഞ്ഞല്ലോ, ഇനി കുറച്ച് തിരിച്ചോളി. അപ്പൊ ഈ പഞ്ചസാരക്ക് ഷുഗർ എന്ന് എഴുതിയിട്ടുണ്ടാവും, ചായപ്പൊടിക്ക് ടീ എന്ന് എഴുതിയിട്ടുണ്ടാവും, ഉപ്പിന് സാൾട്ട് എന്ന് എഴുതിയിട്ടുണ്ടാവും. ഉമ്മാക്ക് എന്ത് സാൾട്ട്, ഉമ്മാക്ക് എന്ത് ഷുഗർ. അപ്പൊ പഞ്ചസാരക്ക് പകരം ഉപ്പ് പൊട്ടിച്ചിട്ട് കറിയിലിടും, ചായയിലിടും. എന്നിട്ട് ഒരു ഉമ്മ ഉണ്ടായതാണ് ഞാൻ പറഞ്ഞത്. ഈ ഉപ്പ് പൊട്ടിച്ചിട്ട് കുടിച്ചത് ഒരൊറ്റ തുപ്പാണ് മുമ്പിലെ സീറ്റിലേക്ക്. എന്നിട്ട് കുറ്റായിരിക്കും അമീറിന്, കുറ്റായിരിക്കും ദാറുൽ ഈമാനിന്. ആരെ ശരിക്കും കുറ്റം? അപ്പൊ അങ്ങനത്തെ ഭയങ്കര ഇത് ഞാൻ വെറുതെ പറയല്ല. ആണുങ്ങൾക്ക് ചിരി വരില്ല. ആണുങ്ങൾ ഗൾഫിൽ പോയ ആൾക്കാരല്ലേ, പോകാത്ത പെണ്ണുങ്ങളുടെ ഇവിടെ. എന്നിട്ട് ആ ഭക്ഷണം നിങ്ങൾക്ക് പറ്റൂല. അപ്പൊ നിങ്ങൾ പറയും അല്ലെങ്കിൽ ഇതിൽ പോരേണ്ടിയിരുന്നില്ല, കുറച്ച് മീൻ കൂട്ടാനും ഒരു അച്ചാറുണ്ടെങ്കിൽ ഞാൻ തിന്നേരും. നിങ്ങൾക്ക് മീൻ കൂട്ടാനും ചോറും തരാൻ ഫ്ലൈറ്റ് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയതല്ല. മനസ്സിലായി? ഇത് പറയണം. മസാലകൾ പഠിക്കണ്ടേ? ഇത് നിങ്ങൾ പഠിക്കണം. ഇല്ലേ ഹജ്ജ് പൊളിയും. കാരണം ഇഹ്റാമിലാണേ. ഇഹ്റാമിൽ അപ്പൊ പറയും ഭണ്ഡാറടങ്ങി ഇതിൽ വരണ്ടേന്നില്ല. നിങ്ങൾ ഭണ്ഡാറടങ്ങി പറഞ്ഞോടുകൂടി നിങ്ങളുടെ എത്ര പ്രാവശ്യം ഹജ്ജിന് നിനക്കറിയില്ല, ഏകദേശം 7 ലക്ഷം 7 ലക്ഷം ആ പൈസ പോയി. പോയിന്ന് ഇവിടെ ഒരു ചിക്കൻ കഫേ തുടങ്ങിയാൽ മതിയൊന്നുമില്ലേ? 7 ലക്ഷമാണ് പോകും. ഇനിയിപ്പോ 7 ലക്ഷം ഞാൻ പറഞ്ഞത് പറയരുത്, കൂടാനും കുറയാനൊക്കെ സാധ്യത. എനിക്കതിനെ കുറിച്ച് അതിന്റെ അഡ്മിനിസ്ട്രേഷനൊക്കെ മൂപ്പരാണ്, ഈ ഇരിക്കുന്ന മഹാനാണ്. അതൊക്കെ മൂപ്പരോട് ചോദിച്ചാൽ മതി. മക്കൾ എന്തെങ്കിലും ഇവിടെ ചോദിച്ചാൽ മതി. അപ്പൊ ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ റെഡി അല്ലേ? ഫ്ലൈറ്റിൽ കയറിയില്ലേ? അന്ന് പറയുന്ന അപ്പൊ നമ്മള് ലബ്ബൈക്ക എന്നുള്ള മുദ്രാവാക്യാണ്. ഇനി ഹജ്ജ് കഴിയുന്ന ഉംറ കഴിയുന്നവരെ ലബ്ബൈക്കാണ് ചെല്ലുകയാണ്. അങ്ങോട്ട് ഇപ്പൊ കൂലി കിട്ടില്ല, എന്നാലും വെറുതെ ചെല്ലു, ഒരു പ്രാക്ടിക്കൽ പരിചയത്തിന് വേണ്ടി. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. മതി 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 മതി. നിങ്ങളുടെ കുഴപ്പമില്ല, ഞാനാ ചെല്ലിത്തരാൻ നിങ്ങൾക്ക് അറിയില്ലല്ലോ. അവിടെ ഭയങ്കര സ്റ്റൈലിലൊക്കെ ചെല്ലിട്ടോ. അപ്പൊ നമ്മുടെ സ്റ്റൈല് പൊന്നാനിയാണല്ലോ, പൊന്നാനി സ്റ്റൈലില്ല. അവിടെ ചെല്ലുന്നിങ്ങനെ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്. അത് ഭയങ്കര ഒരു ഇരമ്പായിരിക്കും അറഫയിലൊക്കെ. വാവ്, അമേസിംഗ്. അതിന് ഹജ്ജിന് പോയിട്ട് അനുഭവിക്കണം. വൈകാരികമായി ഹജ്ജിനെ കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മളെ യാത്രയിലൊക്കെ അങ്ങനെ പറയാറുള്ളത്, വെറുതെ ഒരു ലോക്കൽ ഹജ്ജാ വരാം. ഇപ്പൊ മുസ്ലിം പേരൊക്കെ ഇങ്ങനെ യാത്ര ഇങ്ങനെ കിടക്കും, നമുക്ക് ഒന്നും തോന്നില്ല. പക്ഷെ തോന്നിപ്പിക്കണം. ഒരു കടലലകൾക്ക് മുകളിലാണ് നമ്മൾ കിടക്കുന്നത്. ഒന്ന് എഴുന്നേറ്റ് നോക്കൂ നിങ്ങൾ. അവിടെ എത്തുമ്പോൾ പറയട്ടെ, മുസ്ദലിഫയില് നിലാവ് പൊഴിക്കുന്ന ആകാശം. കാരണം ദുൽഹിജ്ജ 10 രാത്രിയാണ്. ഒരു 3/4 ഭാഗം നിലാവ് ഉണ്ടാവും. ഒന്ന് എഴുന്നേറ്റ് നോക്കിയാൽ കാണാം മനുഷ്യന്മാരിങ്ങനെ വെള്ള മയ്യത്തുകൾ ഫലസ്തീനിൽ കിടക്കുന്നത് പോലെ ഇങ്ങനെ മണലിലും കല്ലിന്റെ മുകളിലുമായി പതിവാദിയായി കിടക്കുന്നുണ്ടാവും. ഒരു വെള്ളക്കടൽ ശുഭ്രസാഗരതാവല്യ പ്രവാഹം.
അവിടെ കിടന്നിട്ട് മനുഷ്യനെ ആലോചിക്കാനാ റബ്ബേ, ആരാണ് ഈ മണ്ണില് ഒരു തുണി പൊടിച്ച് പുതച്ച് കിടക്കണത്? മഞ്ചേരിയിലെ ഇവിടെ ഭയങ്കര ഹോം അപ്ലൈഡ് ബിസിനസ് ഉണ്ടായിരുന്ന ആളാണ് ഈ കിടക്കണത്. ഇനി കോടീശ്വരനായ അഫ്സൽ സാഹിബ് പോയാൽ അങ്ങനെ തന്നെ കിടക്കേണ്ടി വരും. ഇങ്ങനെ വെച്ചിട്ട് കിടക്കുകയാണ്. അള്ളാഹ് പഠിപ്പിക്കുകയാണ്, നീ ഒരു ഫക്കീറാണ്, നീ അടിമയാണ്, അള്ളാഹുവിന്റെ മുന്നിൽ നീ അടിമയാണ്. അടിമബോധത്തെ അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് വലിയവൻ, വേറെ ഒരുത്തനും ഒരു ശക്തിയും വ്യക്തിയും വലിയവനല്ല എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. പിന്നെ എന്തിനാണ് ഈ നരേന്ദ്രമോദിനൊക്കെ ഇങ്ങനെ ബേജാറ് പിടിക്കുന്ന ഇഷ്ട? ഇവിടെ ഫറോവയെയും ഹാമാനെയൊക്കെ കണ്ടുവന്ന ഒരു സമുദായമാണ്. ചരിത്രത്തിന്റെ പരാജയത്തിന്റെ ചാരങ്ങളിൽ നിന്ന് ഫീനിക്സ് പക്ഷിയെപ്പോലെ സ്വാതന്ത്ര്യത്തിന്റെ ആകാശത്തേക്ക് ചിറകാർന്നു പറന്ന ഉമ്മത്താണ് നമ്മള്. പ്രതിസന്ധികളുടെ തീമലകൾ കടഞ്ഞ് തിരുമധുരം തേടിയ മഹാ ഉമ്മത്താണ്. നിങ്ങൾ ബേജാറാകാതിരിക്കും. നരേന്ദ്രമോദിയൊക്കെ ചരിത്രത്തിന്റെ നാൽക്കവലയിൽ നിന്ന് വലിച്ചെറിയപ്പെടുന്ന ഒരു കാലം വിദൂരമല്ല. 2024 നടക്കൂല, പോവും. എന്നിട്ട് മനുഷ്യന്മാരിങ്ങനെ ബേജാറടിക്കുക, പഠിച്ചവരെ പേടിക്കാതിരിക്കൂ. ഞാൻ അഥവാ മരിക്കേണ്ടി വന്ന് അങ്ങോട്ട് മരിക്കുക. എന്തിനാണ് ഇങ്ങനെ ബേജാറാകും? ജനാധിപത്യത്തെ വളരെ ശക്തമായി ഉപയോഗപ്പെടുത്താന്നല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അതിനാർക്കും വയ്യ. ജനാധിപത്യത്തെ രചനാത്മകമായി ഉപയോഗപ്പെടുത്താൻ ആർക്കും വയ്യ. വെറുതെ എന്നിട്ട് നരേന്ദ്രമോദിയോട് എന്ത് നരേന്ദ്രമോദി, ഫറോവാന്റെ മുമ്പിൽ എന്ത് നരേന്ദ്രമോദി, ഹാമാന്റെ മുമ്പിൽ എന്ത് നരോവ, നമ്രൂദിന്റെ മുമ്പിൽ എന്ത് ഫറോവ. അവിടെ ബിലാലാകാൻ പറ്റുമെന്ന് ആലോചിച്ചാൽ മതി. ഇതൊക്കെ വയല് പറയാൻ വേണ്ടി നമുക്ക് പള്ളിക്കും മദ്രസയ്ക്കും പൈസ ഉണ്ടാക്കാൻ വേണ്ടി ബിലാലിന്റെ ചരിത്രമൊക്കെ പറയാം. ബിലാലാകാൻ നമുക്ക് പറ്റില്ല. ഫലസ്തീന് വേണ്ടി ദ്വാരക്കാൻ വലിയ പണിയൊന്നുമില്ലേ? വെള്ളിയാഴ്ച അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനൽ മുസ്ലിമീന ഫി ഫിലസ്തീൻ, ഞാനും ദ്വാരക്കണ്ട അമീനൊക്കെ പറയാൻ വലിയ പ്രശ്നം. പക്ഷെ ഫലസ്തീന്റെ മക്കൾ അനുഭവിക്കുന്ന കഠിന യാതനയുടെ 1000 കേരളത്തിലെ മുസ്ലിം അനുഭവിക്കേണ്ടി വന്നാൽ അന്ന് തീരും പരിപാടി. ഓരോറ്റ മണിക്കൂർ കൊണ്ട് ഈ ഉമ്മത്തിന്റെ ഈമാൻ തീരി. ആമീൻ പറയാൻ വലിയ പണിയൊന്നുമില്ല. എന്നിട്ട് അവനാണ് ഹജ്ജിന് പോയിട്ട് AC കൂടി എന്ന് പറഞ്ഞിട്ട് കച്ചറുണ്ടാക്കുന്നത്. വേണമെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ മതി, എനിക്ക് നിങ്ങൾ ഇഷ്ടപ്പെടാൻ നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് മീനയിൽ 2 മണിക്കൂർ ഭക്ഷണം വൈകിയാല് ബന്ധി ഇമാൻ ഇസ്ലാമൊക്കെ പൊന്തും. ഹജ്ജിന് പോയതാണ്, പേരിനാണ് ഇഷ്ടം. ഒരു 80% ആൾക്കാർ പേരിനാണ് ഹജ്ജിന്. നിങ്ങളെന്നല്ല, നിങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. വെറുതെ ആ 20% പെടാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ദേഷ്യം വന്നോന്ന് നിങ്ങളെ. അപ്പൊ ഫ്ലൈറ്റ് 5.5 മണിക്കൂർ നമ്മൾ ഫ്ലൈ ചെയ്ത് ലോകത്തെ ഏറ്റവും തിരക്കേറിയ ഒരു വിമാനത്താവളത്തിൽ നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവാണ്. 5.5 മണിക്കൂറാണ് ഫ്ലൈ ചെയ്യുന്നത്. ജിദ്ദ കിങ് അബ്ദുൽ അസീസ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നമ്മുടെ വിമാനം ഇറങ്ങി. ഇങ്ങനെയൊന്നും നമ്മളൊരു അജ്ലാസും കേട്ടിട്ടുണ്ടാവില്ല വിമാനം ഇറങ്ങി എന്നൊക്കെ. നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യല്ലേ, ഇറങ്ങുമ്പോ നിങ്ങൾ ആലോചിക്കണം, പഠിച്ചോനെ ഹിജാസിന്റെ മണ്ണിലാണ് കാലുകുത്തുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ പിറവിയുടെ സാന്ദ്രമായ പ്രകാശം വിതറിയ മക്കയിൽ നിന്ന് 80 കിലോമീറ്റർ അടുത്തുള്ള ജിദ്ദയല്ല, ജദ്ദ. നിങ്ങൾ അറബികളോട് സംസാരിച്ചു നോക്കൂ, അവർ ജിദ്ദ എന്നല്ല പറയാ, ജദ്ദ. അറബി പ്രൊനൗൺസിയേഷൻ അങ്ങനെയാണ്. എന്ന് വെച്ചാൽ വല്യമ്മ, ഗ്രാൻഡ് മദർ എന്നാണ് അതിന്റെ അർത്ഥം. അവിടെയാണ് ബിബി സയ്യിദ ഹവ്വ റളിയല്ലാഹു അൻഹ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഞാൻ അവരുടെ ഖബർ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഹവ്വാവിനെ കാണുമെന്ന് പറയുന്നുട്ടോ, അത് നമ്മുടെ ഷെഡ്യൂളിൽ പെട്ടതല്ല. ഹലോ, അത് ദാറുൽ ഈമാന്റെ ഷെഡ്യൂളിൽ പെട്ടതല്ല. അത് വേണമെങ്കിൽ നിങ്ങൾ സ്വന്തം പൈസ കൊടുത്തു പോകണം. അവിടെ ഹവ്വാവിയുടെ ഖബറുണ്ട്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് സൗദി അറേബ്യയിൽ. ഇത് മഖ്ബർ ഹാദിഹി ലരീഹ ഹവ്വ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ദ ഗ്രേവ് ഓഫ് ഹവ്വ, നമ്മുടെ ഈ മനുഷ്യകുലത്തിന്റെ ആദ്യത്തെ പെണ്ണ് നമ്മുടെ ഉമ്മ. അതുകൊണ്ടാണ് ജദ്ദ. അപ്പൊ നമ്മള് വല്യമ്മാന്റെ നാട്ടിലാണ് അൽഹംദുലില്ലാ എന്ന് പറയും. നിങ്ങൾ ജിദ്ദയിൽ ജോലിക്ക് പോയിണ്ടാവും. ഇത് ഹജ്ജിനുള്ള തീർത്ഥയാത്രകരാണ്, നിങ്ങൾ പിൽഗ്രിംസ് ആണ്. അൽഹംദുലില്ലാ എന്ന് പറയും. നമ്മളെ സ്വീകരിക്കാൻ അവിടെ വണ്ടി വന്നിട്ടുണ്ടാവും, ദാറുൽ ഈമാൻ അതൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടാവും. ഒരു ബസ് വന്നു, ചട്ടപ്പെട്ടാന്നതിൽ കയറി. എല്ലാരും കയറിയില്ലേ? ഇനി നിങ്ങൾ മഞ്ചേരി, ദേശമംഗലം, ഓട്ടുപാറ, കരുവന്നൂരിന്നൊന്നും പറയരുത്. നിങ്ങളെല്ലാവരും ഒരു കുടുംബത്തിലെ ആളുകളാണ്. ഒരൊറ്റ വാപ്പേ നിങ്ങൾക്കുള്ളൂ. ആരാണ് വാപ്പ? ആരെ വാപ്പ? പറയുന്ന ദാറുൽ ഈമാനാണ് നിങ്ങളുടെ വാപ്പ.
അപ്പാനെ മാറ്റി പറയേണ്ട ഒരു ഗതികേട്. അങ്ങനെയാണ് നമ്മൾ കുടുംബത്തിൽ അങ്ങനെ. അതുകൊണ്ട് ബസ്സിൽ കയറിയാൽ സ്വന്തം കാര്യം നോക്കരുത്. നമ്മുടെ കൂടെ ട്രാവൽ ചെയ്ത് വന്ന 50-ൽ ഏതെങ്കിലും ഒരാൾ കുറഞ്ഞോന്ന് ഇനി അമീറുമാരിങ്ങനെ നോക്കും. ബസ്സിൽ കയറിയിട്ട് ഇങ്ങനെ എണ്ണു 1, 2, 3, 4, ഇവിടെ 48 ഉള്ളൂ. അപ്പൊ ഉസ്താദ്മാർ ഒന്നും കൂടി എണ്ണു. അപ്പൊ ഒരുത്തന്റെ ഇഹ്റാമിലുണ്ടോ, എന്തൊരു കഷ്ടാണ് അതൊക്കെ ബസ്സിലെമ്പാടുണ്ടാവും. അങ്ങനെ പറയരുത്. നമ്മൾ 50 ആളുകൾ ഉറപ്പുവരുത്തണം. എണ്ണട്ടെ അന്ന് പറയും, എണ്ണട്ടെ. ഇപ്പോ നിങ്ങൾ ഭയങ്കര ക്ഷീണിതരാണ്. അന്ന് രാവിലെ 8 മണിക്കല്ലേ മഞ്ചേരിന്ന് പുറപ്പെട്ട്. അന്ന് എയർപോർട്ടിൽ നിന്ന് ചെറിയൊരു ചായ കുടിച്ചിട്ടുള്ളൂ. ഫ്ലൈറ്റിലെ ഭക്ഷണമാണെങ്കിൽ പലരും കഴിച്ചിട്ടല്ല, തൊട്ട് നോക്കിയിട്ടുള്ളൂ. കാരണം ഉപ്മാവായിരുന്നൊരു ബിരിയാണി ആയിരിക്കും ചിലപ്പോ. ഒരു കട്ടൻ ചായ കുടിക്കാൻ നിങ്ങൾക്ക് തോന്നണില്ലേ? നിങ്ങൾക്ക് കട്ടൻ ചായ കിട്ടിയോ? ഇല്ല. മനുഷ്യന് 2 കാര്യത്തിൽ ദേഷ്യം വരും. ഒന്ന് വിശന്ന, ഒന്ന് ഞാൻ പറയണില്ല, വിശന്ന മനുഷ്യന് ഭയങ്കര ദേഷ്യമായിരിക്കും. എല്ലാവരും ഈ കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് ബഷീർ ബേസിയോട്, സലാഹുദ്ദീൻ ബേസിയോട് ജിദ്ദ എയർപോർട്ടിലെത്തിയ ഇങ്ങോട്ട് നീക്കുന്നു എന്ന് വെച്ചാൽ ഈ പണ്ടറക്കാൽ എന്തിനാ ഞങ്ങളെ ഇങ്ങോട്ട് കൊടുക്കുന്നതാണ് അതിന്റെ അർത്ഥം. ഇത് സ്ഥിരം അനുഭവിക്കുന്ന ഒരാളെന്ന് എനിക്ക് പറയാണ്. അപ്പൊ നിങ്ങൾക്ക് കട്ടൻ ചായതോടെ കിട്ടില്ല. ചിലപ്പോ കിട്ടും, പക്ഷെ അതൊരു ഗ്രൂപ്പ് എന്ന നിലക്ക് എല്ലാവരും കട്ടൻ ചായ കുടിപ്പിക്കാൻ പറ്റില്ല. കാരണം ടൈം ടു ടൈം ഷെഡ്യൂളാണ്. അവിടെ ബസ് കാത്തുനിന്ന് വൈകിയാൽ ആ മഹാമാരോട് പോവും. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? അല്ല, മക്കേ പോയ ചായ കിട്ടില്ല എന്നല്ല പറഞ്ഞത്, യാത്ര. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത് അസ്സഫറു ഖിത്അത്തുൻ മിനൽ അദാബ്, പ്രയാസത്തിന്റെ ഒരു ഖണ്ഡമാണ് ട്രാവലിംഗ് എന്ന് ഖാല റസൂലുള്ളാഹി. അപ്പൊ ഈ മൈക്കൊക്കെ വരെ ദേഷ്യം പേരിലോടിക്ക് തോന്നുന്നുണ്ട്. നിർത്തണം. നമ്മള് ഹജ്ജ് ചെയ്യാൻ പോവാണ്. നിങ്ങളിപ്പോ ജിദ്ദയിലാണ് കേട്ടോ, എയർപോർട്ടിലാണ്. കുറെ സാധനങ്ങളൊക്കെ വാങ്ങാൻ തോന്നുന്നുണ്ട്. ഒന്നിപ്പോ വാങ്ങണ്ട. ചെറിയ യാത്രയിൽ പോലും പ്രയാസം ഉണ്ടാവും. ഇപ്പൊ ഞങ്ങൾ വരുമ്പോ മഞ്ചേരിയിൽ ഞാൻ എത്രയോ തവണ വന്ന ഒരാളാണ്. വണ്ടി ഓടിച്ചാളും വന്ന ആളാണ്. അല്ലാതെ നോക്കിക്കൊണ്ട് വഴിമാറിപ്പോയി. മഴത്തിന്റെ അവിടെ നിന്ന് ഇങ്ങനെ നേരെ പോയി ഇങ്ങനെ എവിടെയോ എത്തിയ മുള്ളമ്പാറ എന്നൊക്കെ കാണുന്നത്. എന്ത് മുള്ളമ്പാറ? പിന്നെ ഇവിടെ വന്നിറങ്ങി. അപ്പൊ യാത്ര എപ്പോഴും പ്രയാസമാണ്. 10:30 മണിക്കാണ് ഞാൻ ചായ കുടിച്ചത്. ഹലോ, നിങ്ങൾ രാവിലെ ചായ കുടിച്ചിട്ടില്ലോ? വന്നത് 10:30 മണി. കാരണം വഴിതെറ്റിപ്പോയി. ഇവിടെ മാത്രമല്ല, അവിടെ പുറപ്പെട്ടപ്പോഴൊക്കെ വൈകി. അപ്പൊ നമ്മുടെ നിഗമനങ്ങളും നമ്മുടെ എയിമൊക്കെ തെറ്റും ഒരു യാത്ര. തിരിച്ചു പോകുമ്പോ നിങ്ങൾ ചിലപ്പോ 4 മണിക്ക് വീട്ടിലെത്താന്നൊക്കെ കരുതി, നിങ്ങൾ 8 മണിക്കും ചിലപ്പോൾ എത്തൂല. അല്ലാതെ യാത്ര എളുപ്പാക്കി തരട്ടെ. അതൊക്കെ ട്രാവലിംഗിലുണ്ട്. ഇത് അടിസ്ഥാനപരമായി നിങ്ങൾ മനസ്സിലാക്കണം. അല്ല നിങ്ങൾ ഹജ്ജിന്റെ മസാല പഠിക്കൊന്നും വേണ്ട. അതിന് ഹജ്ജിന്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ഓരോ നിമിഷവും കൂടല്ലേ മക്കളുടെ മാതിരി. ഇപ്പൊ നിങ്ങൾക്ക് ബഷീർ ബേസി അപരിചിതനായ ഒരാളായിരിക്കും. പക്ഷെ നിങ്ങള് യാത്ര തുടങ്ങിയാൽ സലാഹുദ്ദീൻ ബേസിക്ക് ഇങ്ങോട്ട് 8-നും 5-നും ഒക്കെ ആവുകയെ. എന്റെ അത്ര ഞങ്ങൾ പ്രായം കുറഞ്ഞ ആരും ഒരു യാത്ര ചെയ്യുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അല്ലേ? ഉണ്ടാകാൻ സാധ്യത മുക്കരുണ്ടോ? ചിലപ്പോ ആള് മാത്രമേ ഉള്ളൂ. ഹബീബിങ്ങള് ബസ് കയറിയില്ലെല്ലാരും. എണ്ണിയല് പ്രശ്നമൊന്നുമില്ലല്ലോ. ഒരാൾ കുറവുണ്ട്. ഉസ്താദ്മാരിറങ്ങി. അപ്പൊ ലബൈക്ക് ചെല്ലേണ്ട ആൾക്കാർ ഉണ്ടോ റൊട്ടിങ്ങി നമുക്ക് എവിടേക്ക് പോയി. അങ്ങനെ പറയരുത്. നിങ്ങളുടെ ഹജ്ജ് പൊളി. മോശം കമന്റ് ചെയ്താൽ പോലും നിങ്ങളുടെ 8 ലക്ഷം. ഞാൻ ചിരിക്കും. അതാണ് സത്യത്തോ. നിങ്ങൾ ചീത്ത ആരെങ്കിലും പറഞ്ഞാൽ ബഷീർ ബേസി ചിരിക്കും. ബഷീർ ബേസി ചിരിച്ച് നമ്മൾ ഉറപ്പിച്ചോളൂ അയാൾ ചിരിക്കുന്ന സന്തോഷം എന്താണെന്നറിയോ? നിങ്ങളുടെ 8 ലക്ഷം പോയ സന്തോഷം കൊണ്ടാണ്. ഒരു സംശയ കാര്യത്തിൽ ഞാൻ ചിരിക്കുള്ളൂ, ഞാൻ പ്രതികരിക്കില്ല. സലാഹുദ്ദീൻ ബേസി എങ്ങനെയെന്ന് എനിക്കറിയില്ല. കാരണം നിങ്ങളുടെ ഹജ്ജ് പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം ഇമാതിരി ക്ലാസ്സൊക്കെ എടുത്തിട്ടും പൊളിച്ചു. അതുകൊണ്ട് ക്ഷമിക്കുക എന്നുള്ളത് അടിസ്ഥാനപരമാണ്. ഞാൻ ആദ്യം പറയുന്നു, നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകാം, സജസ്റ്റ് ചെയ്യാം, കമന്റ് പറയാം നല്ല മനോഹരമായ ഭാഷയിൽ. അതല്ലാതെ ഇതിൽ പാവം ഉമ്മമാരുണ്ട്, നമ്മൾ അവരെയാണ് പരിഗണിക്കുക, ചെറുപ്പക്കാരെയല്ല പരിഗണിക്കുക. ഇതിൽ യോഗ്യായ ഒരു ഉമ്മ ഉണ്ട്, അവർക്ക് മൂത്രയിക്കാൻ മുട്ടി. നിങ്ങൾക്ക് മക്കത്തൊക്കെ ഓടലല്ല ഞങ്ങളുടെ നെയ്യത്ത്. ആ ഉമ്മ സുഖമായി മൂത്രയിക്കട്ടെ എന്ന് നമ്മൾ കരുതും. കാരണം അവർ നമ്മുടെ ഉമ്മയാണ്. നിങ്ങളുടെ ഉമ്മയാണെങ്കിൽ നിങ്ങൾ പറയും ഉസ്താദേ എന്റെ ഉമ്മക്ക് മൂത്രമൊഴിക്കണട്ടോ എന്ന് പറയും. ഇത് നിങ്ങളുടെ ഉമ്മ അല്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് ദേഷ്യം വന്നതാ. അത് നടക്കില്ല. പാസ്പോർട്ട് ഒന്ന് വേണ്ടി തിരിച്ചു വാങ്ങിക്കോളി. വേറെ ട്രാവൽസ് ഉണ്ട്, ദോർലിമാൻ നടക്കില്ല. കാരണം ഞങ്ങൾ വയസ്സായവരെയാണ് പരിഗണിക്കുക. പാസ്പോർട്ട് തിരിച്ചു വാങ്ങാൻ തോന്നുന്നുണ്ടോ? ഗവൺമെന്റിൽ പോയിക്കോളിയും ആരും ആരെയും ചോദ്യം ചെയ്യില്ല.
സർവ്വ സ്വാതന്ത്ര്യമാണ്. നിങ്ങൾ അമൽ ചെയ്താലും ഒരു കുഴപ്പമില്ല, അമൽ ചെയ്താലും കുഴപ്പമില്ല, നിങ്ങൾ മൂത്രമൊഴിച്ചാലും കുഴപ്പമില്ല, വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. കാരണം അവർ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും കുറ്റപ്പെടുന്ന പറ്റില്ല, വെറുതെ പറയല്ല, അതിൽ അമീർമാരുണ്ടാവില്ല. അതുകൊണ്ടാണ് കാബയെ എപ്പോഴും ഇടതുവശത്താക്കണം. നമ്മൾ കാബയിലെത്തുമ്പോൾ പറയാം, ചില വല്യമാരിങ്ങനെ തിരിഞ്ഞിട്ട് തിരക്ക് എവിടെ ഇപ്പൊ കാബ വലതുവശത്തല്ലേ, കാബയാണ് ഇതിന്റെ വലതുവശത്തല്ലേ? ആണോ? തവാഫിലാണ്. വല്ലാഹി സത്യം ഇങ്ങനെ നടക്കുന്നുണ്ട്. അതുപോലെ ഗ്യാപ്പ് കിട്ടും, കാബയുടെ ഇങ്ങനെ ചുറ്റുമ്പോൾ ഗ്യാപ്പ് കിട്ടിയാൽ കൊണ്ടുപോയിട്ട് വല്യമാരിങ്ങനെ കൊണ്ടുപോയി മുത്തും തവാഫിന്റെ ഇടയിൽ. തവാഫിലാണ് 8 ലക്ഷം പറയേ. ഗവൺമെന്റിൽ പോണവരെ ഞാൻ കുറ്റം പറയുന്നില്ല. അന്നേരത്തെ ഉസ്താദ് പറഞ്ഞില്ലേ, മുമ്പ് പോയി പരിചയമുള്ളവർക്ക് അതിൽ പോകാം. അതിൽ ഉസ്താദ്മാരില്ല, ഉദ്യോഗസ്ഥന്മാർക്ക് അറിയില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ശമ്പളത്തിന് ജോലി ചെയ്യുന്നതും നമ്മുടെ വാപ്യമ്മയായി കരുതുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ആ ഒരു ഡിഫറൻസ് എന്തായാലും വരും. അള്ളാഹു അതിൽ പോകുന്നവർക്കൊക്കെ ഹൈറാക്കട്ടെ. ഗവൺമെന്റിൽ പോണവരൊക്കെ അഫ്സൽ ഖാൻ നമ്പർ ഇവിടുന്ന് തന്നെ മേടിച്ചു ചൊല്ലി, ഇപ്പൊ തന്നെ മേടിച്ചു ചൊല്ലിട്ടോ. തമാശ പറയില്ല. എന്തെങ്കിലും കാര്യത്തിന് വിടുകയാണെങ്കിൽ നിങ്ങൾ മൂപ്പര് നാട്ടിൽ വിളിക്കുക, മൂപ്പര് അവിടേക്ക് പറയും. അപ്പൊ നമ്മളപ്പം നമ്മുടെ ഗ്രൂപ്പാണോ, മക്കത്തെത്തിയ പിന്നെ അത് അർലീമാനാണോ, അൽബദറാണോ, അൽഹിന്ദാന്നോ ഒക്കെ അള്ളാന്റെ അടിയാറുകളാണ്. ഗവൺമെന്റിലോ ഒക്കെ നമ്മൾ പരിഗണിക്കും, സൗകര്യം ഉണ്ടെങ്കിൽ പരിഗണിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നമ്പർ വാങ്ങിക്കൊള്ളിട്ടോ. ഇത് ഗവൺമെന്റ് പോണ കാര്യമില്ല. മൂപ്പര് നമ്പർ വാങ്ങിക്കൊള്ളിന്നാ ഞാൻ പറഞ്ഞത്. നിന്റെ നമ്പർ ചോദിക്കരുത്, എപ്പോഴും സ്വിച്ച് ഓഫ് ആയിരിക്കും. അത് കേരളം മൊത്തം ഒരു പരാതിയുള്ള, ഞാൻ ഇവിടെ പറയുന്നില്ല. ഞാൻ ഫോൺ വിളിച്ചെടുക്കില്ല, ഭയങ്കര അഹങ്കാരാണ്. അഹങ്കാരം കൊണ്ടതല്ല, ഇവർക്കൊക്കെ അവർ ചിരിച്ചത് അതുകൊണ്ടാണ് ഞാൻ ഫോൺ വിളിച്ചെടുക്കില്ല. പക്ഷെ വാട്സപ്പ് ഞാൻ എപ്പോഴും നോക്കും. അത് പിന്നെ നോക്കാൻ വലിയ ചിലവൊന്നുമില്ല. ഫോൺ എപ്പോഴും എടുക്കില്ല എന്ന് വെറുതെ ഹമീദ് ഈ ഷിയാബ് തങ്ങൾ ഒരിക്കൽ പരാതി പറഞ്ഞു, നിങ്ങളെ കുറിച്ച് ഇങ്ങനെ പരാതി ഉണ്ട്, ഫോൺ എടുക്കും. എന്റെ ഉസ്താദ് ഭയങ്കര ദേഷ്യപ്പെട്ട ഒരാഴ്ച വിളിച്ചെത്തോരി പറഞ്ഞു. പക്ഷേ എന്താണ് സംഭവിക്കുന്നത് എനിക്കറിയില്ല. ചിലപ്പോഴൊക്കെ എടുക്കാറ്. പക്ഷെ വാട്സപ്പ് ഞാൻ 24 മണിക്കൂർ നോക്കും. അതുകൊണ്ട് അവിടെയും ചിലപ്പോൾ ഫോൺ ഇവർ തരികയാണെങ്കിൽ, നമ്പർ തരികയാണെങ്കിൽ ചിലപ്പോൾ അത് എടുത്തോളന്നില്ല. അപ്പൊ നിങ്ങൾ ഇദ്ദേഹത്തിന്റെ നാട്ടിലെ നമ്പർ വാങ്ങിക്കുള്ളൂ, ഇവരങ്ങോട്ട് കൺട്രോൾ ചെയ്യുമല്ലോ. ഞാൻ തമാശ പറയില്ല കേട്ടോ. മിനയിലൊക്കെ ചിലപ്പോൾ ഭയങ്കര ഇടങ്ങറ്, ചിലപ്പോൾ ഭക്ഷണം നിങ്ങൾക്ക് കിട്ടില്ല ഗവൺമെന്റിലുള്ളവർക്ക്. ഇവര് ഭയങ്കര ബിരിയാണിയോ മീൻ കൂട്ടാനൊക്കെ കൂടി ചോറ് തിന്നുമ്പോൾ ഇവരിങ്ങനെ അടുക്കവും. അപ്പൊ ഞങ്ങൾ അങ്ങനെ കുറെ ഗവൺമെന്റ് സർവീസിലെ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കും. ചിലപ്പോൾ ഒരു രോഗിയായി ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. നിങ്ങളെ വളണ്ടിയർമാർ നോക്കും, ഗവൺമെന്റ് വളണ്ടിയർമാർ മോശമൊന്നുമല്ല, നോക്കും. അഥവാ എന്തെങ്കിലും തരത്തിലൊരു പ്രയാസം നേരിട്ടാൽ അപ്പൊ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ അടുത്താണ് നമ്മൾ വരാൻ പറ്റും. അപ്പൊ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ഞാൻ പറയുന്നില്ല. അള്ളാഹു തൗഫീഖ് ചെയ്ത് നിങ്ങൾക്ക് രോഗം വരുന്നാണല്ലോ അതിന്റെ അർത്ഥം. അതുകൊണ്ട് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് പറയുന്നില്ല. ഒരിക്കലും അങ്ങനെ വിളിക്കാതിരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറയും. ഒരിക്കലും വിളിക്കരുത്, കാരണം നിങ്ങൾക്ക് കാരണം ഉണ്ടാവില്ല. അല്ല, അള്ളാഹു തൗഫീഖ്, നമ്മള് ദ്വാരക്കുമ്പൊക്കെ ആലോചിക്കണം, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ കാരണം നിങ്ങൾക്ക് രോഗം വരും, ഇതിന് വിളിക്കേണ്ടി വരും. അപ്പൊ അള്ളാഹു തൗഫീഖ് ചെയ്യണ്ട. ഹബീബിങ്ങളെ ബസ്സിൽ കയറിയില്ല, എല്ലാരും ബസ്സിൽ കയറി. 85 കിലോമീറ്റർ ദൂരമാണ് അൽ മക്കത്തുൽ മുകറമ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. അല്ലാഹു വാഴ്ത്തിപ്പറഞ്ഞ പരിശുദ്ധ പ്രവാചക തിരുമേനിയുടെ മിഅ്റാജിന്റെ യാത്രയുടെ സമാരംഭം നടന്ന ലോകത്തെ ഏറ്റവും മനോഹരമായ പള്ളി മക്കയിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. നബിയുടെ ജനനം മക്കത്ത്, മരണപ്പെട്ടു മദീനത്ത്. മദ്രസയിൽ കുഞ്ഞു വയസ്സ് മുതൽ നമ്മൾ പറയാൻ തുടങ്ങിയ പേരാണ് മക്ക. മക്ക എന്ന് കേൾക്കാത്ത ഒരു മുസ്ലിമില്ല. ആ നഗരത്തിലേക്കാ പോകുന്നത്. ഹബീബിന്റെ ബാല്യകുമാരങ്ങൾ ഓടി നടന്ന, അവിടുത്തെ 12 വയസ്സ് നടന്ന, അവിടുത്തെ 25-ൽ കല്യാണം നടന്ന ഹലീമ ബീവിയുടെ നാട്, അബൂബക്കറിന്റെ, ഉമറിന്റെ, ഉസ്മാന്റെ, അലിയുടെ നാട്, റളിയല്ലാഹു അൻഹു ബിലാലിന്റെ കഥനക്കണ്ണീര് വീണു മുഴങ്ങിയ നാട്, മഹാനായ അമ്മാറിന്റെ, യാസിറിന്റെ വേദന പിടഞ്ഞ നാട്, അബൂ സുഫിയാൻ അവരുടെ പ്രതാപം നിറഞ്ഞു നിന്ന
നാട്, മക്കാ നഗരം, കഅബയുടെ നഗരം, ഹജറുൽ അസ്വദിന്റെ നഗരം, സഫയുടെ മർവയുടെ നഗരം, അറഫയുടെ മിനയുടെ മുസ്ദലിഫയുടെ മീസാനിന്റെ മുൽതസമിന്റെ ഹിജർ ഇസ്മായിലിന്റെ എല്ലാം നാട്ടിലേക്കാണ് വണ്ടി. ഏകദേശം ഒരു മണിക്കൂർ പിന്നിട്ടാല് നമ്മൾ മക്കാ പട്ടണത്തിൽ എത്തിച്ചേരുകയാണ്. എല്ലാവരും ക്ഷീണത്തിൽ ഉറങ്ങുമ്പോ ഞങ്ങൾ പറയും ഉണരൂ മക്കയാണ്, ഉണരൂ മക്കയാണ്. ഭക്ഷണമില്ലാതെ ഉറക്കമൊഴിച്ചിട്ടുള്ള 1.5 ദിവസത്തെ യാത്രയാണ്. ഇന്നലെ മഞ്ചേരിയിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ് അൽ മക്കത്തുൽ മുക്കറമയിൽ എത്തിച്ചേരുന്നത്. നിങ്ങൾ വാഹനത്തിന്റെ ഗ്ലാസിന്റെ കർട്ടൻ ഇങ്ങനെ മാറ്റിയ അൽ മസ്ജിദുൽ ഹറാം, അതിന്റെ ഭിത്തി കാണാം. ഒരുപക്ഷെ ദാറുൽ ഈമാൻ ഹോട്ടലിന്റെ ഭിത്തി കാണാം. ഒരുപക്ഷെ ദാറു തൗഹീദ് എന്ന ബിൽഡിംഗ് കാണാം. ലോകത്തിലെ ഏറ്റവും വലിയ കോട്ടവറാകും നിങ്ങളുടെ കണ്ണിൽ പെടുന്നത്. കഅബ ഒന്ന് കെട്ടിപ്പിടിക്കാൻ നിങ്ങൾ കൊതിക്കും. പക്ഷേ വാഹനം നിങ്ങളുടെ ഹോട്ടലിന്റെ മുന്നിലാണ് എത്തിച്ചേരുക. അവിടെ നിന്നിറങ്ങി നിങ്ങൾക്ക് സജ്ജീകരണമുള്ള റൂമിലേക്ക് നിങ്ങളെ മാറ്റി. അവിടെയൊക്കെ പ്രശ്നമുണ്ടാകാറുണ്ട്. നാലാളെയൊക്കെ നമ്മളിങ്ങനെ വിടുമ്പോൾ ചിലർ പറയണ്ട ഞങ്ങൾക്ക് ഇത് റൂം തരാത്തേ. എല്ലാവർക്കും റൂമുണ്ട്. പക്ഷെ നമ്മുടെ ശൈത്താൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. നിങ്ങളുടെ ഉംറ ബാത്തിലാക്കാൻ അവൻ പണിയെടുക്കാൻ തുടങ്ങി. അപ്പൊ ചൂടാവും. എന്താ നമുക്ക് റൂമില്ലല്ലോ? റൂമെല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമ്മളങ്ങ് വെറുതെ ആളാകുന്നു. അപ്പൊ ഞാൻ അവിടെ ഒരു മൂലക്ക് എന്ത് ചിരിക്കും. എന്താ ചിരിക്കണ്? വയസ്സ് പോയി, താമാശ പറയില്ല. അപ്പൊ എന്താ ഉസ്താദ് റൂം ചോദിക്കണ്ടേ? റൂം ചോദിക്കണ എല്ലാവർക്കും റൂമുണ്ട്. എല്ലാവർക്കും ഒറ്റടിക്ക് തരില്ലല്ലോ. ഒരു 10 മിനിറ്റ് ക്ഷമിക്കും. വീടില്ലാതെയാണ് ഹാജർ ബിയോടെ ഇരുന്നതെന്നും വയന്ന് പറഞ്ഞിട്ട് നമുക്ക് കാര്യം ഉണ്ടാവില്ല. ഹാജർ ബിവി വീടില്ലാതെ ജനരഹിതമായ ആ നരച്ച ആകാശത്തിന് കീഴെ തപിച്ചു കിടക്കുന്ന മരുഭൂമിയില് ഒരു മരത്തിന്റെ പോലും തണുപ്പില്ലാതെയാണ് ഇസ്മായിൽ നെഞ്ചു ചേർത്ത് പിടിച്ചത്. ഒരു ഗ്ലാസും വെള്ളം പോലും ഇല്ലാതെ ഒരൊറ്റക്കാരൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഹബീബിങ്ങളെ എല്ലാരും റൂമിൽ കയറിയില്ലേ? അന്ന് പറയേ റൂം കയറിയില്ലേ? റൂം ഉഷാറല്ലേ? അവിടെ ഭക്ഷണം ഉണ്ടാവും, സമൃദ്ധമായ ഭക്ഷണം. എല്ലാവരും കഴിച്ചോളൂ. ബാത്റൂം പോയിക്കോളൂ. ഓതുണ്ടായിക്കോളൂ. ഓതുണ്ടാക്കുമ്പോ നമ്മൾ സാധാരണ നാട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന മാതിരിയല്ല. എല്ലാ സുന്നത്തും പരിഗണിക്കുക. ഹലോ, ഇപ്പൊ നമ്മൾ നാട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോ ഒരു ഉദാഹരണം പറയണേ. കയ്യെ കക്ഷത്തോടു കൂടി കഴുകണം എന്നാണോ മസാല? ശ്രദ്ധിച്ച് കേൾക്കണം. കക്ഷത്തോടു കൂടി കഴുകണം എന്നാണോ മസാല? നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്? ഇത്ര കഴുകിയാൽ മതി എന്ന് വരുമ്പോ പറയണ്ട. അതാണ് കറക്റ്റ്. ആദ്യത്തെ കഴുകലല്ല ഞാൻ പറഞ്ഞു, രണ്ടാമത്തെ കഴുകല്. മുഖം കഴുകിയിട്ട് കൈ കഴുകില്ല. അപ്പൊ ഏതൊരു കഴുകണം? മുട്ടോടുകൂടി കഴുകണം എന്നല്ല പഠിച്ചത്. അല്ലെന്ന് അത് ചെയ്താൽ കിട്ടും. പക്ഷെ ഈ യാത്രയെ നമ്മൾ പൂർണ്ണമായി സുന്നത്ത് വായിക്കണം. കയറ്റി കഴുകൽ സുന്നത്താണ് ഷാഫി മദ്ഹബില്. ഹലോ, ഈ മുട്ടിന്റെ കൂടെ കുറച്ച് കയറ്റി കഴുകൽ ഷാഫി മദ്ഹബിൽ എന്താണ്? സുന്നത്താണ്. അതായത് ഫർദും സുന്നത്തും കിട്ടും. ഹനഫി മദ്ഹബില് നിർബന്ധമാണ്. നമ്മൾ ഷാഫികളായിരിക്കും. ഇതിൽ ഹനഫികളുണ്ടോ എനിക്കറിയില്ല. ഹനഫികളുണ്ടോ? ഹനഫി മദ്ഹബിനെ ഫോളോ ചെയ്യുന്ന ആരെങ്കിലും ഇതിലുണ്ടോ? ഇല്ല. എനിക്ക് ചോദ്യം മനസ്സിലായില്ലേ? ഞങ്ങളിപ്പോ പാലക്കാട് ക്ലാസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഹബീബികളെ, നമ്മൾ തല തടവുമ്പോഴേ, ഹലോ, ഞാനൊക്കെ തിരക്കാറുണ്ട്, ഇങ്ങനെയാണ് തടവലുള്ളത്. ഒറ്റ തവണ. അതിന് വല്ല കുഴപ്പമുണ്ടോ? പറയുന്ന കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോ? അപ്പൊ തല മുഴുവൻ തടവണ്ടേ? തലയിൽ നിന്ന് അല്പം തടവലാണ് നിർബന്ധം. തല മുഴുവൻ തടവൽ സുന്നത്താണ്. അതായത് സുന്നത്തും ഫർളും ആയിപ്പെടുന്നു. തല മുഴുവൻ തടവൽ. അപ്പോ നമ്മളിപ്പോ ഷാഫി മദ്ഹബിലെ എല്ലാ സുന്നത്തും പാലിച്ചു തീർക്കണം. മുഴുവൻ തടവി. നമ്മള് ഒരൊറ്റ വട്ടം തല തടവിയാലും കിട്ടും. പക്ഷെ 3 വട്ടം തടവണം. 3 വട്ടം തടവൽ സുന്നത്താണ്. മനസ്സിലാവുന്നുണ്ടോ? അതിന് മനസ്സിലാക്കാനൊന്നുമില്ല. ഷാഫി മദ്ഹബിലെ എല്ലാ സുന്നത്തും പാലിച്ച ഹനഫി മദ്ഹബിൽ ഒന്നുമാവും. അപ്പൊ നമ്മൾ ഹനഫി മദ്ഹബിന്റെ ഒന്നുമാണ് എടുക്കുന്നത് നിയ്യത്തില്. എന്ന് വെച്ചാല് ഇനി നിങ്ങളൊരു സ്ത്രീയെ തൊട്ടാല് ഒന്നുറിയില്ല. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ പോയി തൊട്ടാ മുറി. ഒതുണ്ടെങ്കിൽ മുറിയെന്ന് ഞാൻ പറഞ്ഞത്. അതത്ര കൺഫ്യൂഷൻ ആകേണ്ട കാര്യമൊന്നുമില്ല. ഇനി വേറെ മസലുണ്ട്. എല്ലാ മസലും നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾ എളുപ്പം കാണും. അതായത് ഷാഫി മദ്ഹബിൽ ഒരു അഭിപ്രായം ഉണ്ട്.
തൊട്ടവന്റെ ഒന്നു മുറിയുള്ളൂ, തൊടപ്പെട്ടവന്റെ ഒന്നു മുറിയില്ല. മനസ്സിലായില്ല? അപ്പൊ ഞാൻ നിങ്ങളെ വന്നു, നിങ്ങളല്ല, ഞാൻ അവരെ തൊട്ടാൽ എന്റെ ഒന്ന് മുറി, അവരെ ഒന്നും മുറിയില്ല എന്നാണ് ഒരു മസലുണ്ട്. ആ വെച്ച് നാട്ടിൽ വെച്ചിട്ട് ഭാര്യ ഭർത്താവ് ഇങ്ങനെ തൊട്ട് കളിക്കാൻ നിൽക്കണ്ട. അതൊരു അഭിപ്രായം മാത്രമേ. ഈ അഭിപ്രായങ്ങളൊക്കെ എപ്പോഴും സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയോ, കുടുങ്ങുന്ന നേരത്ത് സ്വീകരിക്കാനുള്ളതാണ്. ആദ്യം തന്നെ എളുപ്പമുള്ള മസൽ എടുക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ ആരും തൊടൂല എന്ന് നിയത്തി വെച്ചിട്ട് തവാഫിന് പോയാൽ മതി. അപ്പൊ നമ്മളെ തൊട്ടോ വേണി ഒതിർത്തോട്ടെ, തൊട്ടോനും കരുതും ഞാൻ തൊട്ടല്ലേ നിങ്ങോട്ട് തൊട്ടാന്ന്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നിങ്ങളതിൽ കൺഫ്യൂഷൻ ആകണ്ട. ഒതു മുറിയണ ഭാഗങ്ങളുണ്ട്. നമുക്ക് ഗുഹ്യസ്ഥാനം തൊട്ടാൽ ഒന്നും മുറിയില്ല. സോറി, തൊട്ടാൽ മുറിയും, കണ്ടാ മുറിയും. മനസ്സിലായില്ല? എന്തെങ്കിലും ചിരിക്കണത് മസലല്ലേ? ഗുഹ്യസ്ഥാനം തൊട്ടം നമുക്ക് ഒന്ന് മുറിയോന്ന് മുറിയും, കണ്ടാ മുറിയും. അങ്ങനെയാണെങ്കിൽ ബാത്റൂം ഉണ്ടാക്കണവരൊക്കെ ഇപ്പൊ എത്ര വട്ടം എടുക്കേണ്ടി വരും? പക്ഷെ ഹനഫി മദ്ഹബിന് കണ്ടാ മുറിയുന്നാണ്. എനിക്ക് അതിൽ സംശയമുണ്ട്. എനിക്ക് ഹനഫി മദ്ഹബിനെ കുറിച്ച് ഒന്നും അറിയില്ല. അല്ലാഹു അലം. അങ്ങനെ പറയുന്ന കേൾക്കുന്നുണ്ട്. ഞാൻ ഹനഫി മദ്ഹബിൽ എക്സ്പെർട്ടായ, ഷാഫി മദ്ഹബിൽ തന്നെ എക്സ്പെർട്ടായ ഒരാളല്ല. ഇങ്ങനെ പറഞ്ഞു കേട്ട് പറഞ്ഞു നോക്കാം. അപ്പൊ ഡിഫറന്റ് ആണ് കാര്യങ്ങൾ. സൂക്ഷ്മത പാലിച്ചാൽ നിങ്ങളതിൽ ബേജാറൊന്നും വേണ്ട. മനസ്സിലായോ? എന്താ മുണ്ടാത്തത്? അപ്പൊ ഹബീബിങ്ങളെ 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 ഭക്ഷണമൊക്കെ കഴിച്ചു, ഓതുണ്ടാക്കി നമുക്ക് ഇറങ്ങല്ലേ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. നമ്മള് അമീർമാരുടെ നേതൃത്വത്തിൽ നമ്മുടെ ഹോട്ടലിൽ നിന്ന് മസ്ജിദുൽ ഹറമിലേക്ക് കിടക്കുകയാണ്. പഠിച്ചോനെ ഭയങ്കര രസമുള്ളൊരു യാത്രയായിട്ടോ. അപ്പുറത്ത് സഫാ ടവർ കാണും, ക്ലോക്ക് ടവർ കാണും. അപ്പൊ നിങ്ങളിങ്ങനെ നോക്കിയിട്ട് ക്ലോക്ക് ടവർ വീഡിയോ എടുക്കരുത്. അതൊക്കെ പിന്നെ എടുക്കാൻ 40 ദിവസം ഇവിടെ കുത്തി കലക്കല്ലേ നമ്മള്. ഈ ദിവസത്തില് നമ്മൾ കഅബയെ ആദ്യമായി കാണാൻ പോവാണ്. അതിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇത് കഅബയെന്ന് കരുതിക്കോളൂ കേട്ടോ. ഇത് കഅബക്ക് 4-5 മൂലയല്ലേ ഉള്ളത്? ആന്ന് ചിലവര് 4 മൂലയാണുള്ളത്. അപ്പൊ നമ്മൾ മസ്ജിദുൽ ഹറമിന്റെ മുറ്റത്തെത്തി, ഉള്ളിലേക്ക് കിടക്കല്ലേ? ഞാനും മുമ്പിലുണ്ട്, അല്ലെങ്കിൽ പിന്നിലുണ്ടാവും, അല്ലെങ്കിൽ മറ്റേ ഉസ്താദ് ഉണ്ടാവും. കടക്കല്ലേ? എല്ലാരും ഒന്നുമില്ലേ? ഷാഫി മതപ്രകാരം ഭാര്യയുടെ കൈ പിടിച്ച് നടക്കരുത് കേട്ടോ. ചില ഗവൺമെന്റിൽ വന്നവരൊക്കെ കൈയും പിടിച്ച് നടക്കുന്ന, കൈ പിടിച്ചാൽ കുഴപ്പമില്ല എന്നുള്ള അഭിപ്രായക്കാരുണ്ട് കേരളത്തിൽ. നമ്മളത്രയും തർക്കങ്ങളിൽ പോകുന്നില്ല. നമ്മുടെ മസലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഭാര്യ കൈ പിടിച്ച് തവാഫ് ചെയ്യണവരൊക്കെ ഉണ്ട്. ഇതിലും ഉണ്ടാവും ചിലപ്പോൾ അങ്ങനെ ചിന്താധികാർ. എനിക്ക് അവരോട് ദേഷ്യമൊന്നുമില്ല. ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച്. പക്ഷെ നമ്മൾ പൊതുവായി നൽകുന്ന മസലയാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ അമല് പോവില്ലേ എന്നുള്ളതൊക്കെ സ്വന്തമായി തീരുമാനിച്ചോളൂ. എനിക്ക് എന്റെ ഭാര്യ കൈ പിടിച്ചിട്ട് എന്റെ തവാഫ് ചെയ്യണമെന്ന് പറഞ്ഞാൽ വൈദ്യുതി പൈസ കൂടി ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല എന്നെ പറയുള്ളൂ. എന്താ കാരണം? ഓന് 8 ലക്ഷം പോയാൽ എനിക്ക് വല്ല ചെലവുണ്ടോ? ഒരു ചെലവില്ല. അവന്റെ വിശ്വാസപ്രകാരം അവന്റെ തവാഫ് പോവില്ല എങ്കിൽ അള്ളാഹു അവനോട് തീരുമാനിക്കട്ടെ. നമുക്ക് ഒരു പൊതുയാത്രയിൽ നമ്മുടെ മസല പറയാനേ പറ്റുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ചിലപ്പോ ഈ കൂട്ടത്തിൽ ഉണ്ടാവും അതൊന്നും കുഴപ്പമില്ല എന്നുള്ള അഭിപ്രായക്കാര്. അത് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. പക്ഷെ എന്റെ വീട്ടിലാണെങ്കിൽ ഞാൻ പറയും ആ കൈമക്ക് അടിക്കും. ഞാൻ ഇവിടെ ഞാൻ ചിരിക്കുള്ളൂ, അത്രയേ ഉള്ളൂ. കാരണം അവന്റെ 5 പൈസ എന്റെ അല്ല. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ഹബീബിങ്ങളെ ഞാനൊക്കെ ഓപ്പണായി തുറന്നു പറഞ്ഞ ഒരാളോട് പറഞ്ഞതാണ്. നമ്മൾ പള്ളിയുടെ അടുത്ത് ഇങ്ങനെ പോയി നിന്നു, അസ്സലാമു അലൈക്കും എന്ന് വേണമെങ്കിൽ വിശ്വാസമുള്ളവർക്ക് പറയാം. ഞാൻ പറയാറുണ്ട് മസ്ജിദുൽ ഹറമിന് അസ്സലാമു അലൈക്കും എന്ന് പറയും. എന്റെ വിശ്വാസപ്രകാരം മസ്ജിദുൽ ഹറം എന്ന് പറയുന്ന കല്ലും കോൺക്രീറ്റും കമ്പിയുമുള്ള ബിൽഡിംഗ് വലൈക്കും അസ്സലാം എന്ന് മറുപടി പറയും. കേട്ടവരുണ്ട്, ഞാൻ കേട്ടിട്ടില്ല, കേട്ടവരുണ്ട്. ഹജറുൽ അസ്വദിന് ജീവനുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ലഹു ഹജറുൽ അസ്വദിന് 2 കണ്ണുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. വലഹു ലിസാൻ, നാവുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. പക്ഷെ നമ്മൾ നോക്കുമ്പോ 8 കഷ്ണായി കിടക്കുന്ന കല്ലാണ്. ജീവനുണ്ട്. അതുകൊണ്ട് പറ്റുന്നവരൊക്കെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞോളൂ. ഇനി അവിടെ അത് പറയില്ലട്ടോ. സലാം പറയുമെന്ന് പറഞ്ഞ ആൾക്കാർ ചിലപ്പോൾ കളിയാക്കുക. എന്താ ഈ മുയിലേര് പറയണു, പള്ളിയോട് സലാം പറയും. നമ്മുടെ നാട്ടിലെ പള്ളിയിൽ കിടക്കുമ്പോൾ നിങ്ങൾ സലാം പറഞ്ഞോളൂ കേട്ടോ വിശ്വസിക്കുന്നവരോട്. ഹലോ, ആരും ഉറക്ക പറയണ്ട, ആൾക്കാർ നിങ്ങളെ ഭ്രാന്തനാക്കും. ബുദ്ധി ഇല്ലാത്തവർ ചില ആൾക്കാരൊക്കെ ഭ്രാന്തനാക്കും. അപ്പോൾ നിങ്ങൾ പള്ളി കയറുമ്പോൾ, മഞ്ചേരി പള്ളി കയറുമ്പോഴും അസ്സലാമു അലൈക്കും
പള്ളിങ്ങളോട് സലാം മടക്കുന്നു. സത്യം. ഇനി ഞാനതിനെ കിതാബ് വെച്ചിട്ട് തന്നെ തെളിയിക്കാൻ പറ്റും. പക്ഷേ അതല്ലല്ലോ വിഷയം. അതുപോട്ടെ. അപ്പൊ എല്ലാവരും സലാം പറഞ്ഞോ? പള്ളിയോട് സലാം പറഞ്ഞോ? ആന്ന് പറയണവര് പറഞ്ഞാൽ മതി. വലത്തെ കാല് വെച്ച് കയറിക്കോളൂ. കയറിയില്ലേ? മനോഹരമായ പള്ളിയുടെ ഉള്ളു കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കാൻ മതി. പക്ഷെ എല്ലാവരും താഴോട്ട് നോക്കി നടന്നാൽ മതി. ഹലോ ഹലോ, താഴോട്ടൊക്കെ നോക്കി, തലകുത്തി മറിയരുത്. ഒരു ഉമ്മാട് ഞാൻ എല്ലാവരോടും താഴോട്ട് നോക്കാൻ പറഞ്ഞു. ഒരു ഉമ്മ നോക്കി 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 നടന്നു പടോ പറഞ്ഞു വീണാ ഞാൻ ഉത്തരവാദിയല്ല. എല്ലാവരും താഴോട്ട് നോക്കിയാൽ മതി. എന്താന്ന് വെച്ചാല് മസ്ജിദുൽ ഹറം ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങോട്ടും ഇങ്ങനെയാണ്. ചുറ്റുഭാഗമാണ് പള്ളി. കഅബ നടുമുറ്റത്താണ്. റൂഫില്ല, ഈ തട്ടില്ല. എവിടെ? നടുമുറ്റത്തിന് മുകളില്ല. ചുറ്റുമാണ് പള്ളി. മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞത്? നമ്മുടെ നാട്ടിലെ പള്ളിയല്ല. അപ്പൊ നമ്മൾ ഈ വശത്തു കൂടെ അങ്ങനെ കയറി വരികയാണെങ്കിൽ ആദ്യം പള്ളി കഴിഞ്ഞു, പള്ളിയുടെ ഉള്ളു കഴിഞ്ഞു, പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങുക. ആ മുറ്റത്തിന് പറയുന്ന പേരാണ് മത്താഫ്. എന്താ പറയാ? മത്താഫ്. കാണാൻ പഠിക്കണം. നിങ്ങളൊന്നും കാണാൻ പഠിക്കണ്ട കേട്ടോ. മത്താഫ്. ആ മത്താഫിന്റെ നടുവിലാണ് കഅബ നിൽക്കുന്നത്. കഅബ എന്ന് പറഞ്ഞാൽ ഇത്ര പോകുന്ന സാധനമല്ല. നമ്മുടെ നാട്ടിലെ ഒരു പള്ളിയുടെ ഒക്കെ വലിപ്പം, അല്ല ഒരു പകുതി വലിപ്പമൊക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരു വലിയ ബിൽഡിംഗ് ആണ് കഅബ. മനസ്സിലായോ? സമാജാതൂരാകൃതിയിലാണ്. അപ്പൊ റസൂലുള്ളാഹി പറയാണ്, കഅബയെ ആദ്യമായി കാണുന്നവന്റെ ദുആക്ക് ഉത്തരമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് ഞാൻ താഴോട്ട് നോക്കി നടക്കാൻ പറഞ്ഞത്. കഅബയെ ആദ്യം കാണുന്ന ഒരു മുഹൂർത്തമുണ്ട്. പകലാണെങ്കിൽ മക്കയിലെ പ്രകാശത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന കറുത്ത ശീല കൊണ്ട് പുതച്ച നവോദയം പോലെ ചമഞ്ഞു നിൽക്കുന്നു. ഹബീബിങ്ങളെ, ആ നിമിഷം നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. നാളെ മഹ്ശറ വൻസഭയിൽ മില്യൺ കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്ന ജനപദങ്ങൾക്കുള്ളിലേക്ക് കഅബ പുതുമണവാട്ടിയെ പോലെ ചമഞ്ഞൊരുങ്ങി നടന്നു വരുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. കഅബ നടന്നു വരും. ഇത് ഹദീസിലുള്ളതാ. അപ്പൊ കഅബക്ക് ജീവനുണ്ടോ? ഞാൻ നേരത്തെ മസ്ജിദുൽ ഹറമിന് സലാം പറയുമ്പോൾ ചിലർക്ക് സംശയിച്ചു, ഈ മൊയ്ലിയർ എന്ത് പൊട്ടത്തരാ പറയുന്നത്, കോൺക്രീറ്റ് സലാം നടക്കുന്നു. റസൂലുള്ള പറയാണ് കഅബ നടന്നു വരുന്നു. അപ്പൊ നിങ്ങൾ റസൂലിനോട് ചോദിക്കും കഅബക്ക് കാലുണ്ടോ എന്ന് ചോദിക്കും. കഅബക്ക് കാലില്ല. പക്ഷെ റസൂലുള്ള പറയാം കഅബ മഹ്ശറയിൽ വരും. ഉറപ്പ്. മഹ്ശറയിൽ അതിന് എന്താ പറയുന്നല്ലോ? അല്ലാഹുവേ, ബഷീർ വൈസി എന്നെ തവാഫ് ചെയ്തയാളാണ്, ബഷീർ വൈസി എന്നെ ചുംബിച്ചയാളാണ്, അയാൾക്ക് വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ശഫീഅൻ ലനാ, നമുക്ക് വേണ്ടി ശുപാർശ അള്ളാഹിനോട് പറയും. അതെന്തിനാ ചില ആൾക്കാരെ പേര് പ്രത്യേകം എടുത്ത് പറയണത്? ഹജ്ജ് ചെയ്ത് എല്ലാവരും പേര് പറയോ? എല്ലാവരും പേര് പറയില്ല. എന്താ കാരണം? എല്ലാവരും പോയത് ഹജ്ജിനല്ലാത്തതുകൊണ്ടാണ്. ചിലവരിങ്ങനെ ഫോൺ വിളിച്ചിട്ട് കഅബയെ വലം വെക്കുമ്പോ മരുമകൾക്ക് വിളിക്കുക മഞ്ചേരിക്ക്. മഞ്ചേരി എന്ന് പറഞ്ഞത് നമ്മൾ ഇന്നലെ പോകുന്നില്ല അവിടേക്ക്. അല്ലടി റസിയ, എന്താ വിശേഷം? തവാഫിയാണ് കേട്ടോ. കാരണം തവാഫിലൊന്നും നിർബന്ധമില്ലല്ലോ. ഇവിടെ ഭയങ്കര കുഴപ്പമൊന്നുമില്ല. ഇന്നലെ മട്ടനായിരുന്നു. അവരെ പേരക്കുട്ടികളോട് എന്താ മക്കളെ വിശേഷം? പേരക്കുട്ടികളപ്പോ പറഞ്ഞു, വല്യമ്മ പോയത് മുതൽ ഇവിടെ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ വല്യമ്മ പറയാണ്, മോനെ റസാക്കെ, കോഴിനെ പിടിച്ചിടാൻ മറക്കരുത്. 350 ഉറുപ്പിയുടെ കോഴിയാണ് 8 ലക്ഷം കൊടുത്ത് കൊണ്ടുപോയി കളയണത് തവാഫിൽ നിന്നിട്ട്. ഇത് ഞാൻ വെറുതെ കോമഡി പറയല്ല. ഇതേ വാക്ക് പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് കാണാം. മത്താഫിൽ ഫോം വിളിക്കുന്ന മാണിക്യ കല്ലുകളെ കണ്ട ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നിങ്ങൾ ചിരിക്കരുത്, കാണിച്ചു തരാം. മനസ്സിലായോ? അത് നമ്മളൊരു ഹാലിന് പോവാണ് മോമിനികളെ. ഇത് ഹജ്ജ് ക്ലാസ് എടുക്കുന്നവരൊന്നും പറഞ്ഞു കൊടുക്കണില്ല. കാരണം ഹജ്ജ് ട്രാവൽസിനത് പറയേണ്ട കാര്യമില്ല. പരമാവധി നിങ്ങൾ സൂപ്പിച്ച് പ്രസംഗിക്കേ വേണ്ടുള്ളൂ. ഇതൊന്നും ചിലപ്പോൾ ട്രാവൽസിക്ക് ഇഷ്ടപ്പെടുന്ന വാക്കല്ല ഞാൻ പറയുന്നത്. കാരണം അവർക്ക് ഞാൻ ഇതിനെ കുറിച്ചല്ല പറഞ്ഞു. പൊതുവെ ഹജ്ജ് ഗ്രൂപ്പുകാർക്ക് നിങ്ങളുടെ ഹജ്ജ് ശരിയാണെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം നിങ്ങളുടെ പാസ്പോർട്ടും കൂടെ പൈസ അക്കൗണ്ടിലായി. നിങ്ങളുടെ ഹജ്ജ് ശരിച്ചെന്താ ഇല്ലെങ്കിൽ എന്താ? പോണവർക്കും അങ്ങനെ വലിയ നിർബന്ധമൊന്നുമില്ല. അവിടെ പോയിട്ട് സ്റ്റാമ്പ് അടിച്ചാൽ മതി ഹാജിന്ന്. തിരിച്ചു വരുമ്പോ പള്ളി കമ്മിറ്റിയിൽ മെമ്പറാകാൻ നമ്മൾ ഹാജി ആയാൽ മതി. പക്ഷെ കഅബക്ക് അങ്ങനെയല്ല. കഅബ അവന്റെ മനസ്സ് നോക്കും. മനസ്സിലായോ? ഞാൻ സൗണ്ട് കുറച്ച് പറഞ്ഞത് മനസ്സിലായോ? അതുകൊണ്ട് പൈസ കൊടുത്തത് മുതലായിക്കോളി മാണിക്യ കല്ലുകളെ. നിങ്ങൾ മുതലാക്കിക്കോളി. അല്ലാഹു നമുക്ക് സമ്പൂർണമായ ഹജ്ജ് കിട്ടട്ടെ. എനിക്ക് ബേജാറില്ലാത്ത ഞാൻ 5 പൈസ കൊടുക്കണില്ല. ഞാൻ ഫ്രീ ആയിട്ടാണ്.
ഇങ്ങനെയൊന്നും ഒരു ഉസ്താദ് നസീബില്ല. ഞാൻ 22 തവണ പോയി 5 പൈസ അജ്ജ് കൊടുത്തിട്ടില്ല. അപ്പൊ എനിക്ക് വലിയ ബേജാറൊന്നുമില്ല. നിങ്ങൾക്ക് ബേജാറ് വേണം. നിങ്ങളുടെ പായസങ്ങൾ മുതലാക്കണം. ഉംറ ചെയ്ത് മുതലാക്കണം. അല്ലാതെ തോൽപ്പിക്കട്ടെ. നേരം എടുത്ത ഉസ്താദോട് പറയണം ഉംറക്ക് പോയില്ലേ. ഉസ്താദ് ഭയങ്കര ദേശീയവും. അപ്പൊ എന്നാലും കൂടെ പറയണം ഉംറക്ക് പോയില്ലേ. അങ്ങനെ പറ്റുമെങ്കിൽ 10 ഉംറയിലൊക്കെ ചെയ്യാം. ഒരു ഉംറയെ നിർബന്ധമുള്ളൂ. എന്നാലും നിങ്ങളൊരു 10 ഉംറയൊക്കെ ചെയ്യണം. അല്ലാതെ തോൽപ്പിക്കട്ടെ. വെറുതെ പറയാ നമുക്കൊന്നോട് തവാഫിന് പോയില്ലേ. അങ്ങനെ അങ്ങോട്ട് ഇടങ്ങറാക്കണം. അതിൽ നിങ്ങൾ ഭക്ഷണത്തിൽ ഉപ്പില്ല എന്ന് പറഞ്ഞിട്ടല്ല ഇടങ്ങറാക്കേണ്ടത്. ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നിർബന്ധിച്ച് ഇടങ്ങറാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഭയങ്കര രസമായിരുന്നു. അള്ളാഹു നമ്മുടെ ഹജ്ജ് ആത്മീയമായ രസം നൽകട്ടെ. അപ്പൊ കഅബയെ ഒന്ന് നോക്കൂ. ആ കഅബയാണ് മുറ്റത്ത്. 5-ാം വയസ്സ് മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ് കഅബത്തുൽ ശരീഫ. ഇതാ കൺമുന്നില്. എന്തു വേണമെന്നാലും അള്ളാഹു സ്വീകരിക്കുമെന്ന് വിളിച്ചു പറഞ്ഞ കഅബ കറുത്ത തുണി കൊണ്ടാണ്. ഹാജർ കറുത്ത പെണ്ണായതുകൊണ്ടാണ് കഅബക്ക് വെളുത്ത തുണിയില്ലാത്തത്. കണ്ടോ, കറുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. നിങ്ങൾക്ക് പോയി കെട്ടിപ്പിടിച്ച് ചുംബിക്കാൻ തോന്നുന്നില്ലേ? അന്ന് പറയേ ഇല്ലാന്നുണ്ടെങ്കിൽ കഅബയെ ചുംബിക്കാൻ എല്ലാവർക്കും ആഗ്രഹമില്ലേ? പക്ഷെ നമ്മളിപ്പോ ചുംബിക്കില്ല. ഇപ്പൊ നമ്മൾ വരിയായിട്ട് മത്താഫിൽ മുറ്റത്ത് വന്ന് നിൽക്കുകയാണ്. ഇനി ഇവിടുന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഓടിച്ചാ പറയണുള്ളൂ. എല്ലാരും കൂടല്ലേ? ഇവിടെ അല്ല, മുറ്റത്ത്. ആരും എണ്ണം കുറഞ്ഞിട്ടില്ലല്ലോ. ആ നേരത്തുണ്ട് ചില ഉമ്മാർക്കൊരു ഡയലോഗ്, ഉസ്താദേ എന്തേ ഇത് ഞാൻ തമാശ പറയില്ല. മോമിനിയങ്ങളെ ഈ ജനലക്ഷങ്ങൾക്കിടയിൽ ഈ ഉമ്മാനെ നമ്മൾ ഈ 49 ആൾക്കാരെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ മൂത്രയിലും കൊണ്ടോണം. ഇതിന് വലിയ ത്യാഗം എന്താണ്? അപ്പൊ ഉമ്മ എന്താണ് ചെയ്യേണ്ടത്? വരുന്നതിന്റെ മുമ്പ് ഹോട്ടലിന് മൂത്രമൊഴിക്കാൻ പറഞ്ഞില്ലേന്ന് അവിടെ ചെയ്തിട്ടില്ല. അതാ പ്രശ്നം. അത് പ്രശ്നമാണെന്ന്. അപ്പൊ ഞമ്മ കുഴപ്പമില്ല. നമ്മുടെ ഉമ്മയാണെങ്കിൽ ഇവിടെ കൊണ്ടുപോയില്ലേന്ന്. പക്ഷേ ഈ പറഞ്ഞ മാതിരി 10 മിനിറ്റ് നടക്കാനുള്ള സ്ഥലത്താണ് ഒക്കെ ടോയ്ലറ്റ് ഇല്ലെങ്കിലും 1.5 മണിക്കൂർ വേണ്ടി തിരിച്ചുള്ളൂ. കാരണം ഉമ്മങ്ങളുടെ അടിയിൽ പോയിട്ട് ഇവരെ താഴേക്ക് കൊണ്ടുപോയി അവിടുന്ന് പെണ്ണുങ്ങളുടെ ഭാഗത്തേക്ക് നമുക്ക് പോകാൻ പറ്റുമോന്ന് നമ്മുടെ വനിതാ വളണ്ടിയർ ഉണ്ടാവും ചിലപ്പോ അല്ലേ. അപ്പൊ കുഴപ്പമില്ല. എന്നിട്ട് അവർ തിരിച്ചു കൊണ്ടുവരുമ്പോ ഇവിടെ ബദറുകത്ത് അന്തൊക്കെ കൊല്ലിയിലും കഴിഞ്ഞിട്ടുണ്ടാവും. ഇവിടെ 49 ആൾക്ക് നിൽക്കണില്ലേ? നിങ്ങൾ അവരുടെ മുഖത്തൊക്കെ നോക്കണേ. അവരുടെ മുഖത്ത് സന്തോഷമല്ലേ ഉള്ളത്? ശരിക്കും എന്താ വേണ്ടത്? അൽഹംദുലില്ലാ മൂത്രമൊക്കെ വെച്ച് റാഹത്തായല്ലോ, പാവം. അങ്ങനെയല്ല ഉണ്ടാകുക. കടന്നിൽ കുത്തിയമാതിരിയാണ് ഹാജിമാര് നിൽക്കുക. എന്താ കാരണം? ഇവിടെ നിർത്തിയില്ലേന്ന്. ഹാജറ ബീവി 1.5 മാസം 2 മാസമൊക്കെ ഒരു മനുഷ്യല്ലാതെ കാത്തിരിക്കുകയാണ് ഇബ്രാഹിമിനെ. അത് നമ്മൾ വേല പറയരുത്. ഇവിടെ 8 ലക്ഷം മുടക്കിയിട്ടാ വന്നിക്കണെന്നാണ്. ഇതാണ് ബഷീർ വൈസി ചിരിക്കാൻ കാരണം. ഞാൻ ചിരിക്കും, ഉറപ്പായിട്ടും ചിരിക്കും. പച്ചക്ക് പാസ്പോർട്ട് തിരിച്ചു പോയിക്കോളി. ഇത് ഭയങ്കര ഇടങ്ങൾ പിടിച്ച പരിപാടിയാണ്. നിങ്ങൾ ലോകത്ത് ഇങ്ങനെ അജ്ലാസ് കേട്ടിട്ടുണ്ടാവില്ല. ഇനി കേൾക്കാൻ വരികയും ചെയ്യരുത്. അള്ളാഹു ഇതൊക്കെ ഞാൻ പറയുന്നത് നമ്മൾക്ക് അള്ളാഹു ഒന്ന് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത്. അള്ളാഹു നമ്മളെ പൊരുത്തപ്പെടട്ടെ. അല്ല നാട്ടുകാർ പൊരുത്തപ്പെട്ടാലും പഠിച്ച നമ്മളെ പൊരുത്തപ്പെടട്ടെ. നിങ്ങളൊക്കെ പാവാണ്. അള്ളാഹു നമ്മളെ പൊരുത്തപ്പെടട്ടെ. അപ്പൊ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. അപ്പൊ എല്ലാവരും റെഡിയല്ലേ? ഹബീബ് നിങ്ങളെ കഅബക്ക് ഇത് കോഡ്ലെസ് ആണോ? റെഡി. താങ്ക് യു. കാണാൻ പഠിക്കണ്ട കേട്ടോ. നിങ്ങൾ ബേജാറൊക്കെ ചെയ്യണ്ട. ഹജറുൽ അസ്വദിന് കഅബക്ക് 4 മൂലയാണുള്ളത്. എത്ര മൂല? 4 മൂല. ഈ മൂലയുടെ പേര് റുക്കുനുൽ അസ്വദ്, റുക്കുനുൽ ഇറാഖി, റുക്കുനുൽ ഷാമി, റുക്കുനുൽ യമാനി. കാണാൻ പഠിക്കണ്ട. നിങ്ങൾക്ക് കാണാൻ പഠിക്കാൻ ഒന്നുമില്ല. ഉസ്താദന്മാരൊക്കെ കാണാൻ പഠിക്കേണ്ടി വരും. റുക്കുനുൽ അസ്വദ്, റുക്കുനുൽ ഇറാഖി, റുക്കുനുൽ ഷാമി, റുക്കുനുൽ യമാനി. ഇനിയിപ്പോ ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടുമോ? കിട്ടണമെന്ന് നിർബന്ധമല്ല. ഇങ്ങനെ 4 മൂല ഉണ്ട് കേട്ടോ. നമ്മൾ ഈ മൂലക്കാണ് വന്ന് നിൽക്കുക. ഈ മൂലയുടെ പേര് മാത്രം ഓർത്തോളൂ. ഈ മൂലയുടെ പേരെന്താണ്? റുക്കുനുൽ ഹജറുൽ അസ്വദ് ഇവിടെയാണ്. അപ്പൊ റുക്കുനുൽ അസ്വദ് ഇനി മറക്കുവോ? ഇല്ല. നോക്കൂ, ഇവിടെയാണ് കഅബയുടെ വാതില്. ഇവിടെ ബാബുൽ കഅബ. ഞാനൊക്കെ ഇങ്ങനെ കൈ വെച്ചാൽ അതിന്റെ കട്ടലിലേക്ക് എത്തൂല. ഇതിൽ ഹൈറ്റുള്ളവർ ചിലപ്പോ പിടിച്ചെത്തും. അള്ളാഹു നമുക്ക് പിടിക്കാനൊക്കെ തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഈ റുക്കുനുൽ ഹജറുൽ അസ്വദിന്റെയും കഅബയുടെ വാതിലിന്റെയും ഇടയിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും. ഇവിടെ ഫോട്ടോ അതാ കണ്ടു. ആ ഫോട്ടോയിൽ കണ്ടില്ല നിങ്ങള്? കണ്ട ഇവിടെ കുറച്ച് സ്ഥലമുണ്ട്. ഏകദേശം ഒരു ഇത്ര വീതിയിൽ സ്ഥലം ഉണ്ടാവും. ആ സ്ഥലത്തിന്റെ പേര് മുൽത്തസം എന്നാണ്. എന്താ പേര്? ഒന്ന് പറയും. മുൽത്തസം. കാണാൻ പഠിക്കണ്ട.
അവിടെ അല്ലാഹുവിന്റെ റസൂൽ എപ്പോഴും അവിടെയാണ് ചെന്ന് നിൽക്കാറുള്ളത്. അനസ് റളിയല്ലാഹു അൻഹു ഹബീബായ പ്രവാചകൻ അവിടെ നിൽക്കാറുണ്ട്. അവിടെയാണ് ഉമ്മത്തെ നമ്മൾ പോയി നിൽക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അവിടെ എന്ത് ദുആ ചെയ്താലും ഉത്തരമുണ്ടെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. അവിടെ നമ്മൾ ഇപ്പൊ നിൽക്കൂല, നമ്മളവിടെ നിൽക്കുന്ന താമസകാലത്തിനിടയിൽ ഏതെങ്കിലും ദിവസം നമുക്ക് ഒന്നിച്ചു പോയി ചെയ്യാം. ഭയങ്കര തിരക്കായിരിക്കും. അതാണ് കാണുന്നുണ്ടോ? വാതിലാണ് ഈ കാണുന്നത്, കണ്ടോ? അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡെമോ കാണിക്കേണ്ടത് ലോങ്ങിൽ ക്ലിയർ ആയിരിക്കില്ല. ഇത് ഇവർക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടോ? അപ്പൊ ആ ഗ്രൂപ്പിൽ ഇട്ടാലും മതി. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടപ്പോ? എന്നിട്ട് ഞാനില്ലല്ലോ ഇതൊന്നും. അടുത്ത ക്ലാസ്സിൽ ശരിയാവും കേട്ടോ. അത് കുഴപ്പമില്ല. അത് നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. നിങ്ങളെ അമലിനെ ബാധിക്കുന്നതല്ല. എന്നാലും നമുക്കൊരു ദിവസം ഇവിടെ പോയി നിൽക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ തയ്യാറല്ലേ? അല്ലാഹുവിന്റെ റസൂൽ നിന്ന ലക്ഷക്കണക്കായ അല്ല മില്യൺ ട്രില്യൺ കണക്കിന് ആളുകൾ നിന്ന സ്ഥലമാണ് ഇവിടെ. നമുക്കവിടെ പോയി നിൽക്കണം. അത് അസാധ്യമായ ഒരു കാര്യമല്ല. പക്ഷെ അദർലസ് മുത്തിക്കുക എന്നുള്ളത് അസാധ്യമാണ്. അത് നമ്മൾ ഏറ്റെടുക്കില്ല. ഇവിടെ എന്തായാലും നിങ്ങളെ കൊണ്ടുപോയി. കഴിഞ്ഞാലൊക്കെ പോയിട്ട് ഭയങ്കര രസമായിരുന്നു. ചില തിരക്കുണ്ട് വന്നു ഓരോ കുത്തുകൊണ്ട് കിട്ടുമ്പോ ഉമ്മാരിങ്ങോട്ട് ചാടിയിട്ട് ഉസ്താദിനുണ്ട് ഒരു ദയനീയ വലയത്തിന് കൊണ്ടുപോയ പോത്തിന്റെ നോട്ടയില്ല. അന്ന് എന്തിനാ നിങ്ങൾ വണ്ടാറടങ്ങി ഇങ്ങോട്ട് കൊടുന്നെന്ന് അതുവരെ കൊണ്ടുപോകാൻ പറഞ്ഞ ആൾക്കാർ ഇടി കിട്ടിയിട്ട്. അപ്പൊ മുത്തുമുമ്പിനിങ്ങൾ ലോകത്ത് എല്ലാവർക്കും ഇടി കിട്ടുന്നുണ്ട് അവിടെ. പക്ഷെ ആ ഇടിയൊന്നും എന്റെ ഉമ്മ പോയപ്പോ ഉമ്മക്ക് നെഞ്ചിലേക്ക് അറബി ഒരൊറ്റടി. ഞാന് കണ്ട് ആകെ സങ്കടപ്പെട്ടു. ഉമ്മ പിന്നെയും വിട്ടില്ല. അദർലസ്പത് മുത്തി. അങ്ങനെ ത്യാഗം സഹിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഉമ്മ മുത്തി. എന്നിട്ടുണ്ട് ഒരു രാജാവിനെ പോലെ ഒരു വരവ് വന്നു. നമ്മൾ ചെറുപ്പക്കാർക്ക് പോലും അടുക്കാൻ പറ്റിയില്ല. അതിന് നെഞ്ഞു വേദനിക്കില്ലേ? എന്ത് വേദന! അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊന്നും വലിയ കുഴപ്പമുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ലോകത്ത് എത്ര ആൾക്കാർ അവിടെ മരിക്കേണ്ടതാ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇവിടങ്ങളെ നിർത്തി തരുന്നതായിരിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്ത. അപ്പൊ മുൽത്തസമാണ്. എന്താ പറയാ? മുൽത്തസം. കാണാൻ പഠിക്കണ്ട. പിന്നെ ഏകദേശം ഈ ഭാഗത്താണ് മഖാം ഇബ്രാഹിം ഉണ്ടാകുക. നിങ്ങൾ മഖാം ഇബ്രാഹിമിനെ നിസ്കാര കേന്ദ്രമാക്കണമേ. അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം കഅബ നിർമ്മിക്കുന്ന വേളയിൽ ഇങ്ങനെ പടുത്തോണ്ടിരിക്കുകയാണ്. പടപടാന്ന് പടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ കുറെ ഹൈറ്റ് ആയപ്പോ കയ്യെത്തുന്നില്ല. ഇസ്മായിൽ കല്ല് കൊടുക്കും അലൈഹിസ്സലാം, ഇബ്രാഹിം പടുക്കും അലൈഹിസ്സലാം. ഇസ്മായിൽ കല്ല് കൊടുക്കും. ഇസ്മായിൽ കല്ല് കൊടുക്കും പറയുന്ന ഇബ്രാഹിം അലൈഹിസ്സലാം പടുക്കും. അങ്ങനെ കുറച്ചെത്തിയപ്പോ ഹൈറ്റ് കൂടി, കയ്യെത്തുന്നില്ല. അപ്പൊ അള്ളാഹു ഇബ്രാഹിം നബി കയറി നിൽക്കുന്ന കല്ല് ഒരു ഓട്ടോമാറ്റിക് ലിഫ്റ്റിൽ എന്ന പോലെ അങ്ങോട്ട് ഉയർത്തി. തള്ളാണ് എന്ന് പറയരുത് കേട്ടോ. നിങ്ങളിപ്പോ പറയും ബജീർ ഭയങ്കര തള്ളാണല്ലോ. കല്ലങ്ങോട്ട് പൊന്തി. അപ്പൊ ഇബ്രാഹിം നബി പൊന്തും, കല്ലവിടെ വെക്കും. അപ്പൊ ഇബ്രാഹിം നബിയുടെ കാലിലെ കല്ല് താഴും. ആ കല്ല് 2024 അവിടെ ഇരിക്കുന്നുണ്ട്. ഈ പിത്തളയുടെ ആവരണത്തിലുള്ള സ്ഫടിക കൂട്ടിൽ കല്ലിരിക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ കല്ലിനൊരു ആവരണമുണ്ട്. അത് ഇബ്രാഹിം നബിയുടെ കാൽപാദം അതിൽ പതിഞ്ഞിട്ടുണ്ട്. അത് കാണിച്ചു തരാം. അതാണ് എന്ത്? മഖാമു ഇബ്രാഹിം. അത് സൗദി ഗവൺമെന്റ് പൊളിച്ചിട്ടില്ല. കാരണം അത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. 2 തവണ പറഞ്ഞു. അത്തഖിദു മിൻ മഖാമി ഇബ്രാഹിം മുസല്ല എന്ന് ഒരു ഭാഗത്ത് ഫീ. മനസ്സിലായോന്ന്? നിങ്ങൾ നാളെ വാട്സപ്പ് ഗ്രൂപ്പില് അവിടെ കാണുന്നത് നബിയുടെ വീടല്ല എന്ന് ബഷീർ ഫൈസി പറഞ്ഞു എന്ന് പറയരുത്. കുറ്റം കിട്ടും. കാരണം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഉറപ്പില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ അർത്ഥം അല്ല എന്നും ആണെന്നുണ്ട്. കാരണം ഉറപ്പാണെന്ന് തെളിവുണ്ട്. ഈ മനുഷ്യന്മാരൊക്കെ പൊളിച്ചു കളഞ്ഞില്ലേ? യൂറോപ്യന്മാർ അവരുടെ ചരിത്രത്തിന്റെ തിരുശേഷിപ്പുകളെ ഖനനം ചെയ്തെടുത്ത് പൊക്കിക്കൊണ്ടുവന്ന് ആർക്കവൈസിൽ വെക്കുമ്പോൾ അതിന് കോടിക്കണക്കിന് ഡോളർ ചെലവഴിക്കുക. നമ്മുടെ ആൾക്കാരോ ഉള്ളതൊക്കെ പൊളിച്ചു കളഞ്ഞു. അത് റസൂലുള്ള ജനിച്ച സ്ഥലം അവിടെ ഉണ്ടാവുമല്ലോ. ആ സ്ഥലം അതേപോലെ സംരക്ഷിച്ചിരുന്നുവെങ്കിൽ എന്താ കുഴപ്പം? ലോകത്തോട് ചെയ്ത ഏറ്റവും വലിയ ധിക്കാരല്ലേ അത്? പൊളിച്ചു കളഞ്ഞു. പിന്നീട് അവിടെ കുറച്ച് ബാത്റൂം ഉണ്ട്. അത് കണ്ടിട്ട് ഉംറയിൽ പോണ ഉസ്താമാര് പറഞ്ഞു തരും, എല്ലാവരും പോയി മൂത്രമൊഴിച്ചോളൂ, അത് അബൂജഹലിന്റെ വീടാണെന്ന്. മുത്തുമണികളെ തെളിവൊന്നുമില്ല കേട്ടോ. നമ്മൾ ദേഷ്യം കൊണ്ട് അബൂജഹലിന്റെ വീടാക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. എന്നാലും ഹജ്ജ് യാത്രയിൽ നിങ്ങളോട് ബഷീർ ഫൈസി പറയും ഇതാ റസൂലുള്ളാഹിന്റെ വീട്. അത് ലൈബ്രറിയാണ് കാണിച്ചു തരിക.
മനസ്സിലായോ? അപ്പൊ നിങ്ങൾ പറയരുത് അന്ന് മഞ്ചേരിന്ന് ഉറപ്പില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെ പറഞ്ഞു, പക്ഷെ ഇപ്പൊ നിങ്ങൾ ഈ വീട് കണ്ടാൽ മതി. അല്ല വേറൊന്നും അവിടെ വേണ്ടേ? അത് ബഷീർ ബഷീർ കുഴപ്പമില്ല, അത് സലഫികളുടെ കുഴപ്പമാണ്. എനിക്കറിയില്ല, അറിയാത്ത എങ്ങനെ ഞാൻ പറയും? ഉസ്താമാരൊക്കെ പറയേണ്ടത് നബിയുടെ വീടാന്ന് ബഷീർ ബഷീർ പറഞ്ഞിട്ടില്ല. എന്റെ കാര്യം പറഞ്ഞത്, ആർലിമാന്റെ അഭിപ്രായമല്ല. ബഷീർ ബഷീർ ഇൻഡിവിജ്വലായ കമന്റായും പറഞ്ഞത്. എനിക്ക് ഉറപ്പില്ല. മനസ്സിലായോ? ഉള്ളതുള്ളതുമായി പറയണം, ഇല്ലാത്തതുമായി പറയണം. നമ്മൾ ഈ ഭാഗത്തെത്തി. ഇവിടെ മീസാബ് എന്ന് പറയുന്നത് സ്വർണ്ണപ്പാത്തി ഉണ്ട്. അള്ളാഹു അതിന്റെ അടിയിൽ നിൽക്കാൻ റൂഫിക്കാൻ കേട്ടെ. ഇവിടെ ദുആക്ക് ഉത്തരമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. ഇവിടെ ഞാൻ അവസാനിപ്പിക്കട്ടോ. ഇവിടെ ഒരു കെട്ടുണ്ട്, ഹിജ്ർ ഇസ്മായിൽ എന്നാണ് അതിന് പറയാ. എന്താ പറയാ? ഹിജ്ർ ഇസ്മായിൽ. അത് കഅബയുടെ ഉള്ളായി പരിഗണിക്കുന്ന സ്ഥലമാണ്. അതിന്റെ ഉള്ളിൽ പോയി 2 റക്അത്ത് നിസ്കരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിന്റെ ഉള്ളിലാണ് ഇസ്മായിൽ നബിയുടെ ഖബർ, ഹാജർ ബിയുടെ ഖബർ അതിന്റെ ഉള്ളിലാണ്. അപ്പോ പൈസ ഒക്കെ എല്ലാവരും കൈപിടിക്കൂലേ? പൈസ കൈപിടിക്കൂലേ? അവിടെ ഭണ്ഡാരപ്പെട്ടിയിൽ പൈസ ഉണ്ട്. എന്താ ഉണ്ടാത്തത്? ഒരു കൂടി ചന്ദനത്തിന്. ഞങ്ങൾ പറയണ എന്താ വെച്ചാൽ അവിടെ ഖബറില്ല. അല്ല ചന്ദനത്തിന് കത്തിക്കണ മോശമായതുകൊണ്ടല്ല. അവിടെ ചന്ദനത്തിന് കത്തിക്കണ മോശമാണ്, ചാണകത്തിൽ ഉണ്ടാക്കിയ സാധനം ആയതുകൊണ്ട് മോശം. സുഗന്ധം മൗലൂദൊക്കെ നടത്തുന്നത് സുഗന്ധം വിതരണം. ചന്ദനത്തിരി ചാണകത്തിൽ ഉണ്ടാക്കുന്നതാണ് എന്റെ അഭിപ്രായം. അള്ളാഹു ആയാലും അത് ഇപ്പോഴത്തെ കാലത്ത് അത് ഉപയോഗിച്ചിട്ട് വല്ല ഊതൊക്കെ വില കൂടിയ ടീമല്ലേ നമ്മള്. നബിയുടെ മധുവൊക്കെ പറയത്തും ഊതം കണ്ട് പോപ്പിക്കുക. അള്ളാഹു തോപ്പിക്ക് ചെയ്യട്ടെ. ആമിയെന്ന് പറഞ്ഞാൽ പോരാ, വീട്ടിൽ മൗലൂദ് കിടക്കുമ്പോൾ ഊത് പോപ്പിക്കണം പൈസ കൊടുത്തിട്ട്. കോട്ടക്കൽ പോയാൽ കിട്ടും അറേബ്യൻ ഊത്. അല്ല 2 രൂപയുടെ ചന്ദനത്തിരി കത്തിക്കാൻ ഇപ്പൊ വലിയ പണിയുണ്ട്. ചാണകത്തിലുണ്ടാക്കണം. അല്ലെങ്കിൽ നമ്മൾ സംഖ്യകളോട് വിരോധമുള്ള ആൾക്കാരാണ്. അപ്പൊ നിങ്ങള് ഇതിന്റെ ഉള്ളിൽ നിസ്കരിക്കാനുള്ള തോഫിക്കട്ടെ. ഖബർ അവിടെ കാണില്ല, പക്ഷെ അതിന്റെ ഉള്ളിലാണ്. ഓക്കെ, അടുത്ത സ്ഥലം. ഈ കഅബയുടെ അടിയിൽ ഒരു തറയുണ്ട്. അതിന്റെ പേര് ഹത്തീം എന്നാണ്. അല്ല സോറി, ഷാദിർവാൻ എന്നാണ്. എന്താ പറയാ? ഷാദിർവാൻ. ഈ കെട്ടിന്റെ പേര് ഹിജ്ർ ഇസ്മായിൽ എന്നല്ല, കെട്ടിന്റെ ഉള്ളിന്റെ പേരാണ് ഹിജ്ർ ഇസ്മായിൽ. ആ കെട്ടിന്റെ പേര് ഹത്തീം എന്നാണ്. ഇതൊന്നും നിങ്ങൾ ബേജാറാകേണ്ട, കാണാൻ വേണ്ടി കിടക്കും. ഇത് റുക്നുൽ ഷാമി, ഇത് റുക്നുൽ യമാനി. ഇത്രയാണ് കഅബ. ഓക്കെ, ഇതിന് നേരെ മുകളിൽ അർശാണ്. ഇതാ വഖായിൽ അർശു. കഅബ നിലം പതിച്ചാൽ അർശ് നിലം പതിച്ചാൽ കഅബയുടെ മുകളിലാണെന്ന് മുഹമ്മദ് മുസ്തഫ. റെഡി അല്ല എല്ലാരും? ഒന്നു എല്ലാവർക്കും ഇല്ലേ? ഒന്നുമില്ലേ? ഞാൻ നേരത്തെ ഉസ്താദെ ഒന്നു പോയി എന്ന് പറയരുത്. പറഞ്ഞാ കൊടുങ്ങും. നിങ്ങളല്ല, നമ്മൾ കൊടുക്കും. നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കാട്ടോ. അപ്പൊ എല്ലാരും, നമ്മൾ ഇന്നലെ എയർപോർട്ടിൽ നിന്ന് നിയത്ത് ചെയ്തിട്ടില്ലേ? ഉംറയുടെ നിയത്ത് ചെയ്തിട്ടില്ലേ? അപ്പൊ ഇനി നിയത്ത് ചെയ്യൽ സുന്നത്തുള്ളൂ, അല്ലാതെ ഞാൻ കഅബയെ ചുറ്റുന്നു പ്രത്യേകം പറയേണ്ടതില്ല. പറഞ്ഞ കുഴപ്പമില്ല. നവൈത്തു അത്തവാഫ സബഅത അശ്വാത്തിൻ ലില്ലാഹി തആല. അതായത് ഞാൻ ഈ കഅബയെ 7 തവണ ചെയ്യാൻ നിയത്ത് ചെയ്യുന്നു. അത് പറയൽ സുന്നത്തുള്ളൂ. അപ്പൊ ഈ ഹജറുൽ അസ്വദിനെ മുത്തിയിട്ടാണ് ആരംഭിക്കേണ്ടത്. അള്ളാഹ് തോഫീഖ് കൊണ്ട് മുത്താൻ പറ്റില്ല. നിങ്ങളെല്ലാവരും കൂടി ദാറുൽ ഈമാൻ അങ്ങോട്ട് കൊണ്ടുപോയാൽ നമ്മുടെ അഫ്സൽ സാഹിബ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടൊന്നുമില്ല. നമ്മുടെ സ്ഥലം നമുക്ക് മാത്രമായിട്ടേ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഇടയിൽ ഞങ്ങൾ ദാറുൽ ഈമാനാണ്, ഹജറുൽ അസ്വദ് മുത്തിയിട്ടേ തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ മുത്തൂല. മനസ്സിലായോ? ഒരാളൊക്കെയാണ് ഈ വേണി കൊണ്ടുപോയി മുത്തിക്കുക. ഈ 50-100 ആൾക്കാരെങ്ങനെ മുത്തിക്കുക? കേരളത്തിൽ കൂടുതൽ ആൾക്കാർ കൊണ്ടുപോകണം ഗ്രൂപ്പാണത്. എല്ലാവരും കൂടി മുത്തിക്കാൻ പറ്റുമോ? നിങ്ങൾ പറയും. മുത്തിക്കണമെങ്കിൽ പറഞ്ഞാൽ അവിടെ മുത്തിക്കണോ? ഇപ്പൊ വേണ്ട, പിന്നെ എപ്പോഴും നോക്കാം. അപ്പൊ എല്ലാവരും കൈ വെക്കൂ. ബിസ്മില്ലാഹ്. ഒറ്റ കൈയല്ല, അത് രാഷ്ട്രീയക്കാർ സ്റ്റേജിൽ നിന്ന് കാണിച്ചു കൊടുക്കും. ഞാൻ മൈക്കായതുകൊണ്ടാണ് പൊക്കാത്തത്. 2 കൈ പൊക്കി ബിസ്മില്ലാഹ് അല്ലാഹു അക്ബർ. അപ്പൊ ഹജറുൽ അസ്വദ് ഞാനാണ്, എല്ലാവരും ഇന്നെയാണ് നോക്കണത്. ഹജറുൽ അസ്വദിലേക്ക് എടുത്താത്തും. അതൊക്കെ ഭയങ്കര വൈകാരികതയിൽ തന്നെ. അത് റസൂലുള്ള കൈ മുത്തുന്നതിന് പകരം ഒരിക്കൽ വടികൊണ്ട് ഇങ്ങനെ മുത്തി. റസൂൽ ഭയങ്കര സംഭവമാണ്. ആ വടികൊണ്ട് മുത്തി. അപ്പൊ തെളിവായി. എന്നിട്ട് ആ വടിയിൽ മുത്തി. ലോകത്ത് ഖിയാമത്ത് നാൾ വരെയുള്ളവർക്ക് ഇവിടെ തിരക്ക് വരുന്ന നബിക്കറിയാം. അള്ളാഹ് റസൂലിന്റെ കാലത്ത് 10-20 മനുഷ്യന്മാർ തവാഫ് ചെയ്ത സ്ഥലത്ത് നിന്നിട്ടാണ് നബി ഇങ്ങനെ മുത്തിയത്. ഇപ്പൊ 35 ലക്ഷം. അപ്പൊ നമുക്ക് തെളിവ് കിട്ടി. അതൊന്ന് അല്ലെങ്കിൽ റസൂൽ പറയാണ് ഹജറുൽ അസ്വദ് മുത്തിയിട്ടേ തവാഫ് തുടങ്ങാൻ പറ്റുള്ളൂ പറഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റുമോ? അപ്പൊ എല്ലാ ദിവസവും 10 ഷഹീദന്മാർ അവിടെ ഉണ്ടാവും. ഇനി ഒരു കാഫറിനെ കൊന്ന ഒരാൾ ഷഹീദാവുന്നു പണ്ടാണ് പറഞ്ഞ മാതിരി
ഷഹീദ് എന്തായാലും അവിടെ ഉണ്ടാവും, മരിക്കും. അപ്പൊ റസൂൽ ഭയങ്കര സംഭവമാണ്, തിരക്കൊക്കെ അറിയണതുകൊണ്ട് വടിമ മുത്തി. നമ്മൾ വടിമ മുത്തണ്ട, കൈ വെക്കി ഒന്നുകൂടി പറയും ബിസ്മില്ലാ അല്ലാഹു അക്ബർ. ഹബീബിങ്ങളെ ഇനി നമ്മൾ നടക്കണം കേട്ടോ, എല്ലാരും കൂടല്ലേ. ഇങ്ങനെ നടന്ന് ഇവിടെ എത്തി. ഇതിലിടക്ക് ഉസ്താമാര് ചൊല്ലിത്തരൂ, നിങ്ങൾക്ക് ചെല്ലാം, ഇഷ്ടമുള്ളത് ചെല്ലാം, മിണ്ടാ അടക്കാം. വർത്താനം പറഞ്ഞ് നടന്നാൽ പോലും തവാഫിന് കുഴപ്പമില്ല. ഹലോ വർത്താനം പറഞ്ഞ തവാഫ് പോവോ? ഇല്ല. ഇങ്ങനെ 7 തവണ ചുറ്റണം കേട്ടോ. 3 നിബന്ധനയേ ഉള്ളൂ. ഒന്ന് ഒന്നുണ്ടാകണം, നിങ്ങൾക്ക് ഒന്നുണ്ടല്ലോ. കാബ എപ്പോഴും ഇടതുവശത്തായിരിക്കണം, ആണല്ലോ അല്ലേന്ന്? ഇതിന്റെ വലത്തകയല്ലേ ആന്ന് പറയേ. ചില ഉമ്മാര് മഞ്ചേരി ഹാളിൽ തന്നെ കേട്ടോ, ഇതിന്റെ വലത്ത കൈയല്ലേ ഇടത്ത കൈ. ഇപ്പൊ കാബന്റെ ഇടതുവശത്തല്ലേ? പക്ഷേ 2-3 വട്ടം ചുറ്റിയതിൽ ഭാര്യയും ഭർത്താവും പോണൊരു തോന്നിച്ച കണ്ടേ ഒരു വിറ്റുണ്ട്. അതിനാണ് നാണക്കെടൊന്നുമില്ല, പൊക്കിക്കോളും ഭാര്യയും ഭർത്താവും. ആയിക്കോട്ടെ കേട്ടെ, ഇവരൊക്കെ നോക്കിച്ചോളൂ കേട്ടോ, ഭാര്യയും ഭർത്താവുള്ളവരെ. അതായത് 2-3 റൗണ്ട് കഴിഞ്ഞാൽ നമ്മൾ 10-100 ആൾക്കാരുണ്ടാവും. സലാവതി വൈസി അവിടെയാവും, ബഷീർ വൈസി ഇവിടെയാവും, മജീദാജി ഇവിടെയാവും. കൂട്ടം തെറ്റിണ്ടാവും. കാരണം മലയാളികൾക്ക് ഐക്യമില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇന്തോനേഷ്യക്കാരാണ് ഈ ഉറുമ്പ് പോണമാതിരി, അവരുടെ ഇടയൊക്കെ നമ്മളെ കയറാനയക്കൂല. നമ്മുടെ ഉമ്മാരിങ്ങനെ ദാറുലീമ അങ്ങനെ പോയിരുന്ന 100 ആൾക്കാർ, ഒരു 2 ആളുണ്ട് വന്ന ഇനി പീസോ മാറിക്കോ. അപ്പൊ ആ ഗ്യാപ്പ് കൂടെ അവര് പോയി കയറി. നമ്മുടെ വരി മുറിഞ്ഞോന്ന് നമ്മൾ ഭയങ്കര ഐക്യമുള്ളതായതുകൊണ്ട് അതാണല്ലേ തമ്മിൽ വഴക്കൊക്കെ ദിവസം ആകെ അടിയാണ് ഈ ഉമ്മത്ത്. അപ്പൊ ഹബീബിങ്ങളെ കൂട്ടം തെറ്റിണ്ടാവും ഉറപ്പ്. അപ്പൊ ഭാര്യയും ഭർത്താവ് ഉള്ളതിലെ ഭാര്യ ഇങ്ങോട്ടോക്കി ഇടക്ക് ഉസ്താദിനെ നോക്കും. ഉസ്താദേ കന കാണാനില്ല. ബഷീർ വൈസി പറയും ഇക്ക ഇവിടെ ഉണ്ടാവുകയെ, തവാഫ് കഴിഞ്ഞിട്ട് കണ്ടുപിടിക്കുക, അല്ല കന കാണാനില്ല. 6ാമത്തെ റൗണ്ടില് ഇത് നിങ്ങൾ അനുഭവിക്കും. 7ാമത്തെ റൗണ്ടാകുമ്പോ ഇങ്ങോട്ടോക്കി സുബ്ഹാനല്ലാഹ് വരുമ്പോൾക്ക് സുബ്ഹാനല്ലാഹ് വരുന്നേ ഇല്ല. ഇവിടെ കാബഡുള്ള പേടിയൊക്കെ പോയി, മാണിക്കക്കല്ലിനെ കാണുന്നില്ല. അപ്പൊ തന്നെ തിരിഞ്ഞു നോക്കും, ഇങ്ങോട്ടോക്കി ഇങ്ങനെ തിരിഞ്ഞു നോക്കും തിരക്കില്. ഇപ്പൊ കാബന്റെ അടുത്ത പറയുന്ന കാബന്റെ അടുത്ത തവാഫ് ബ്ലൂ, തവാഫ് പോയിന്ന്. ഇത് തമാശ കൂടെ പറഞ്ഞാലും ഗൗരവം ചോരണ്ട. തവാഫ് പോയിട്ടില്ല, ആ റൗണ്ട് വീണ്ടും റീ അടിക്കണം. മനസ്സിലായോന്ന്? ഇവൾക്ക് വേണ്ടി നമ്മൾ കാത്തുക്കണം. ഇവള് ഒരു റൗണ്ട് കൂടി അടിക്കേണ്ടി വരും. അപ്പൊ പുതിയാപ്പിള മരിച്ചാൽ ഷഹീദാണെങ്കിൽ അവിടെ കൊണ്ടുപോയി മറയ്യ. അവിടെ അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. അപ്പൊ നിങ്ങൾ ബേജാറാകരുത്, നമ്മളെ കൺട്രോളിലായിരിക്കും കാര്യങ്ങൾ. ഇൻഷാ അല്ലാഹ് പറയേ തിരിഞ്ഞു നോക്കിയാ പോയി കാര്യം. അപ്പൊ തവാഫ് കഴിഞ്ഞില്ലേ? അതിലെന്തെങ്കിലും സംശയം ഉണ്ടോ? എളുപ്പല്ലേ പരിപാടി. ഓതുണ്ടാകുക, ഇടതുവശത്താകുക, ഔറത്ത് മറക്കുക, ഈ 3 കാര്യമുണ്ട്. വേറെ ഒന്നുമില്ല. ഈ മക്കാം ഇബ്രാഹിമിന്റെ പറയിൽ 2 റക്അത്ത് നിസ്കരിച്ചോളൂ. നിസ്കരിച്ചില്ലേ? അന്ന് പറയും വേഗം ഹജർ സംസം വെള്ളം കുടിച്ചു. മഞ്ചേരിന്നൊക്കെ നമ്മൾ കുടിച്ചിട്ടുണ്ട്. ഇത് സംസം കിണറിന്റെ അടുത്താ. ഇവിടെ നോക്കി, ഇവിടുന്ന് ഇങ്ങനെ 22 കാൽപ്പാട് വെച്ചാൽ ഈ ഏരിയയിലായിട്ടാണ് സംസം കിണർ കാണുക. നിങ്ങൾക്ക് കാണിച്ചു തരട്ടോ. അവിടെ ചെറിയൊരു അടയാളുണ്ട്. അതിന്റെ ഡോറൊക്കെ അണ്ടർഗ്രൗണ്ടിലൂടെയാണ്. ആദ്യം 1990 ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? ഞാൻ ആദ്യം പോയത് 2002 അപ്പല്ല, 90 ഉണ്ടായിട്ടില്ല സാർ, 95 ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഇപ്പല്ല. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു അടയാളം ഉണ്ട്. അത് നോക്കിയവർക്ക് കാണിച്ചുതരാം, നിങ്ങൾക്ക് കാണിച്ചുതരാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അവിടെ ദുആക്ക് ഉത്തരമുണ്ട്. മുഹമ്മദ് മുസ്തഫ സംസം വെള്ളം കുടിച്ചില്ലേ? ഇനി സഫ മർവ കുന്നുകൾക്കിടയിൽ നടക്കുകയാണ്. അള്ളാഹു നമുക്ക് ആരോഗ്യം നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ. ഉമ്മമാര് പ്രത്യേകിച്ച് ദുആ ചെയ്യണം. 2 മലയുടെ മുകളിലേക്കാണ്. പുലി, ആന, കടുവ, അള്ളാഹു അതിൽ നോക്കി നമ്മളെ കാക്കട്ടെ. ആമീൻ പറയേ. നിങ്ങൾ എത്ര നിഷ്കളങ്കരാണെന്നൊക്കെ മനസ്സിലായി. മലപ്പുറത്ത് അവിടെ പുലി ആനയൊന്നും ഇല്ല ഉമ്മിനിങ്ങളെ. അത് കാടും മലയൊന്നല്ല, ഇതുമായൊരു ഹാളാണ്. ഇത് സഫാദ് മറുവ. എല്ലാരും സഫയുടെ മുകളിലെത്തി. എല്ലാരും ഒപ്പെത്തിയില്ലേ? ആ മലയുടെ ചെറിയ ഭാഗം അവിടെ ഉണ്ട്. ഇതേമാതിരി ഫ്ലാറ്റായി കിടക്കണേ. ഫുള്ളി എയർ കണ്ടീഷനാണ്, തണുത്ത് പറക്കുന്ന. ഇന്ന സഫ വൽ മർവ മിൻ ശആഇരില്ലാ.
അത് നിങ്ങളുടെ മഞ്ചേരി മലമായിരിയല്ല, അത് അത് അള്ളാന്റെ അടയാളാണ്. ഒരു സന്തോഷ വാർത്ത അറിയിക്കട്ടെ, ഒരു സന്തോഷ വാർത്ത അറിയിക്കട്ടെ. സഅയ് എന്നാണ് ഇതിന് പറയാം, അതിനൊന്നും നിർബന്ധമില്ല. സന്തോഷായ നിങ്ങൾ വേണിച്ച് മുറിക്കാൻ നിൽക്കണ്ട. ഇതിന് നിർബന്ധമില്ല എന്നേ പറഞ്ഞുള്ളൂ. ഓക്കെ, അങ്ങോട്ട് നടക്കും നമ്മള് സഫയിലേക്ക്. ആകെ 320 മീറ്ററാണ് ഇവിടുന്ന് അങ്ങോട്ട്. ഒരു 118 മീറ്റർ കഴിഞ്ഞാൽ പച്ച ട്യൂബ് ലൈറ്റുകൾ കാണാം കേട്ടോ. കിതാബിൽ തൂണെന്നാണ്, പക്ഷെ ട്യൂബ് ലൈറ്റ് ആണ്. അവിടെ എത്തിയ പുരുഷന്മാർ ഓടണം. ഒരു 30 മീറ്ററോളം പുരുഷന്മാർ ഓടണം. നമ്മൾ ഓടണ്ടെന്ന് ഇവിടുന്ന് വയല് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്നാലും ഞാൻ പറയാണ്, സ്ത്രീകൾ ഓടണ്ടട്ടാ, ഇൻഷാ അല്ലാഹ് പറയേ. ആ പുരുഷന്മാർ ഓടാൻ മതി. പക്ഷെ നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടോളി, ഞാൻ ചിരിക്കും. പകുതി നമ്മൾ ഓടുമ്പോഴത്തേനും പെണ്ണുങ്ങൾ ഓടും, പറച്ചോലേ അവിടെ വാടിക്കൈകളൊക്കെ ഇട്ട് പോവല്ലേ വെച്ചിട്ട് ഓടും. അത് ഓടിയാൽ കുഴപ്പമൊന്നുമില്ല, അവിടെ തിരിഞ്ഞു നോക്കിയാൽ ബാത്തിലാവൊന്നുമില്ല. നിങ്ങൾ ഓടൊന്നും വേണ്ട. പക്ഷെ അത് അല്ലാഹു നമുക്ക് പുരുഷന്മാർക്ക് ഒരു 8ന്റെ പണി കൊടുത്താണ് ഇഷ്ട. അന്ന് ഹാജറബി ഓടിയന് ഇനി ഖിയാമത്ത് നാൾ വരില്ല മനുഷ്യന്മാരെ നിങ്ങൾ ഓടിയെന്നാണ്. ഇവർക്കൊക്കെ വേണ്ടി ഹാജറബി ഓടി. അപ്പൊ ഇവര് ഹാജറബിയുടെ പേരിൽ ഒരു ഫാത്തിഹ ഒന്നും ഓതണ്ടേന്ന്. അല്ലെങ്കിൽ നിങ്ങൾ ഓടുന്ന അവസ്ഥ എന്തായിരിക്കും? ഓടുക എന്ന് പറഞ്ഞാൽ PT ഉഷ ഓടണമായിരുന്നു ഓടണ്ട. അപ്പൊ അതൊക്കെ ഓടിയായി. നമ്മൾ അവിടെ എത്തി. അവിടെ ഒന്നും ചെയ്യാനില്ല, ഇങ്ങോട്ട് നടന്നു, ഇവിടുന്ന് അങ്ങോട്ട് നടന്നു, എവിടെ നിന്ന് നടന്നു, ഇവിടുന്ന് അങ്ങനെ 7ാമത്തെ തവണ അവിടെ എത്തും. ഇത്രേ ഉള്ളൂ. സഅയ്. മുടി മുറിച്ചു, ഉംറ കഴിഞ്ഞു. ഓക്കെ, ഉംറ കഴിഞ്ഞോന്ന്. അല്ലാഹുവേ, ഇന്നലെ മഞ്ചേരിയിൽ നിന്ന് പുറപ്പെട്ടാണ്, എയർപോർട്ടിൽ പോയി, ജിദ്ദ പോയി, എല്ലാവർക്കും ക്ഷീണം. ഇനി എല്ലാവരും ഹോട്ടലിൽ പോയിട്ട് കുളിച്ചിട്ടോ, കുളിക്കാതെ അത്ര പൂശാതെ പാന്റ് ഇടുക, ജെട്ടി ഇടുക, ബനിയൻ ഇടുക, തല മറക്കാതെ എന്ത് വേണമെങ്കിലും ചെയ്തോളി. ഇനി കുഴപ്പമില്ല. ഇനി പള്ളിയിൽ പോകുമ്പോ അങ്ങനെ പോകണമെന്നൊന്നുമില്ല, തല മറച്ചിട്ട് പോകണം. മനസ്സിലായോ? ഉംറ കഴിഞ്ഞോന്ന് മനസ്സിലായോ? ഒരു 10-15 ദിവസം നമ്മൾ താമസിക്കും. പിന്നെ ആയിഷ പള്ളി പോയിട്ട് വീണ്ടും നിയ്യത്ത് ചെയ്യും. മരിച്ച വാപ്പാക്ക്, ഉമ്മാക്ക്, ഇളയമാക്ക്, മൂത്തം, ചിലവര് അമ്മായിമാടെ ആങ്ങളുടെ ഭാര്യക്കൊക്കെ ചെയ്യുന്ന മഹന്മാരുണ്ട്. അങ്ങനെയൊക്കെ 10 ദിവസം ചെയ്യാം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. കഅബയെ വെറുതെ തവാഫ് ചെയ്യാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അവിടെ ഹിറാ പർവ്വതം കാണാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അവിടെ ഹിജറയുടെ വേളയിൽ റസൂൽ താമസിച്ച 6 സൗറുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ നമ്മള് 10-15 ദിവസം കഴിഞ്ഞാൽ മദീനത്ത് പോകും. മദീന നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടാ. എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. 10 ദിവസം ഗംഭീരായി മദീനക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അവിടെ ഇങ്ങോട്ട് തിരിച്ചു വരും 11ാമത്തെ ദിവസം, ഒരു ദുൽഹിജ്ജ 5-ന്. ഏകദേശം മദീനയിൽ നിന്ന് 7 കിലോമീറ്റർ പിന്നിട്ടാൽ ദുൽഹുലൈഫ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അബിയാർ അലി. അവിടെ നമ്മൾ ഹജ്ജിന് തവാഫ് ചെയ്യും. ഹജ്ജിന് നിയ്യത്ത് ചെയ്യും. നേരത്തെ പറഞ്ഞ കുളി, മുടി വെട്ടുക, മുടി കളയുക, നഖം വെട്ടുക, അതൊക്കെ ഹോട്ടലിൽ നമ്മൾ ചെയ്യണം. ഇനി പറയേണ്ട കാര്യമില്ലോ, ഇനി വേണമെങ്കിൽ പിന്നെയും പറയാം. ഉംറയുടെ നിയ്യത്ത്, ഹജ്ജിന്റെ നിയ്യത്ത് വെച്ച് നേരെ മക്കയിലേക്ക് വീണ്ടും വരും 450 കിലോമീറ്റർ. അങ്ങനെ നമ്മൾ പിന്നെ മക്കത്ത് താമസിച്ച ഹോട്ടലിൽ ആകില്ല താമസിക്കുക. മീനയുടെ അടുത്തുള്ളൊരു താൽക്കാലിക സംവിധാനത്തിലാണ്. അപ്പൊ ദുൽഹിജ്ജ 5, 5 രാത്രിക്ക് ഇവിടെ എത്തുക. 6, 7 രാത്രി തന്നെ നമ്മൾ മീനയിലേക്ക് പോകും. 8-നാണ് പോകേണ്ടത്, പക്ഷെ നേരത്തെ കൊണ്ടുപോകും. ഒരു 2 കിലോമീറ്റർ അപ്പുറത്താണ് മീന. നമ്മൾ മീനയിൽ ഒരു തമ്പിൽ ഇങ്ങനെ പോയിരിക്കും. ദുൽഹിജ്ജ 8-ന്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്നും ചെയ്യാനില്ല. ഹലോ, നിങ്ങൾ ഹജ്ജ് കഴിഞ്ഞ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഭയങ്കര സംഭവത്തിൽ ഹജ്ജ് എന്നിട്ട് ഇപ്പൊ എന്തുണ്ടായി? കല്ലേറെ കഴിഞ്ഞിട്ട് ഒരു ഉമ്മ എന്നോട് ചോദിച്ചാണ്, ഉസ്താദ് ഇപ്പൊ എന്താണ് ഹജ്ജ് ചെയ്യുക, ഹജ്ജ് കഴിയുക? അപ്പൊ ഹജ്ജ് കഴിഞ്ഞു. ഇതാണ് സംഭവം. അപ്പൊ ദുൽഹിജ്ജ 9-ന് നമ്മൾ അറഫയിലേക്ക് പോകും. ഉച്ച മുതൽ മഗ്‌രിബ് വരെ നോക്കും, ദ്വയറക്കും, വേറൊന്നുമില്ല. രാത്രി നമ്മൾ മുസ്ദലിഫയിലേക്ക് വരും. ഒരു 7 കിലോമീറ്ററിന്റെ അടുത്താണ്. മുസ്ദലിഫയിൽ എന്താണ്? ഒന്നുമില്ല, അവിടെ കിടക്കും, നേരം വെളുക്കോളും. അത് കഴിഞ്ഞു. 10-ന് പെരുന്നാളാണ്. അന്ന് ജംറത്തുൽ അഖബയിൽ കല്ലെറിയും, 7 കല്ല്, പരിപാടി തീർന്നു. പിന്നെ 11, 12, 13 3 ദിവസം വീണ്ടും 3 ജംറകളിൽ എറിയും. അത് അടുത്ത ക്ലാസ്സിൽ പറയാം നമുക്ക്. പരിപാടി തീർന്നു. മക്കത്ത് പോയിട്ട് 7 തവാഫ് ചെയ്യും, സഅയ് ചെയ്യും, പരിപാടി തീർന്നു. മുടിയൊക്കെ പെരുന്നാളിന്റെ തന്നെ മുറിച്ച് കളഞ്ഞു. എന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ്, ഇനിയിപ്പോ എന്താണ് ഹജ്ജ് കഴിഞ്ഞു. മനസ്സിലായോ? എന്നിട്ട് നമ്മൾ 40 ദിവസം കഴിഞ്ഞാൽ 33 ദിവസം കഴിഞ്ഞിട്ട് ഹജ്ജൊക്കെ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഈ മദീനയും ബാക്കിയുള്ള കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് ഇവിടെ അഫ്സൽക്ക് അപ്ലോഡ് ചെയ്യും എന്ന ക്ലാസ് അതിൽ പറയാം. അപ്പൊ നിങ്ങൾ ഈ മനസ്സിൽ ഇപ്പോഴും നിങ്ങൾ എവിടെ നിൽക്കണത്? നമ്മളിപ്പോ എവിടെ നിൽക്കണത്? എവിടെ?
മക്കത്തൊന്നല്ല, ദുൽഹിജ്ജ. മിനയില് കുറച്ചും കൂടി റിവേഴ്സിൽ അങ്ങോട്ട് പോവാം. നമുക്ക് മദീനത്തേക്ക് പോകണ്ടേ? മദീനത്തേക്കുള്ള ബസ്സിൽ നിങ്ങൾ മക്കയിൽ കയറിയിരിക്കുകയാണ്. എല്ലാവരും ബസ് കയറിയില്ലേ? ഇനി മദീനയും ഹജ്ജിന്റെ ബാക്കിയാവും. ഇത്ര മൈന്യൂട്ടായ കാര്യങ്ങൾ പോലും വിട്ടുപോകാതെ നിങ്ങളുടെ ഹൃദയത്തിൽ പതിയുന്ന രീതിയിൽ നിങ്ങൾ ഒരൊറ്റ പുസ്തകം വായിക്കേണ്ടി വരില്ല. അങ്ങനെ നമുക്കതിന്റെ ബാക്കി പറയാം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ബസ്സിൽ കയറിയിരുന്നോളൂ, നല്ല എയർ കണ്ടീഷനുള്ള ബസ്സാണ്, ആപ്പിളൊക്കെ കയ്യിൽ പിടിച്ചോളൂ. ഇൻഷാ അല്ലാഹ് ബഷീർ ഫൈസിയുടെയും സലാഹുദ്ദീൻ ഉസ്താദിന്റെയും പാട്ടും പ്രസംഗമൊക്കെ ഉണ്ടാവും. 450 കിലോമീറ്റർ നമ്മൾ അടിച്ച് കോളേജ് പോകും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ മഞ്ചേരി ഓഡിറ്റോറിയത്തിൽ ശരീരം കൊണ്ട് വന്നോളി, മനസ്സ് അവിടെ തന്നെയാണ്. നിങ്ങൾ ഒരു ബേജാറും ആകണ്ട. ഞാൻ ചിലതൊക്കെ പേടിപ്പിച്ച് പറഞ്ഞത് നിങ്ങൾ ജാഗ്രത ആകാൻ വേണ്ടിയാണ്. നിങ്ങൾ ദ്വയർന്നുകൊണ്ടിരിക്കുക, റാഹത്താവും. അല്ലാഹു ഹൈറാക്കട്ടെ. ബസ് വിഷയം സക്സസ്ഫുള്ളി your future life. Allah bless you. Take care. Assalamu alaikum wa rahmatullahi wa barakatuh.